ഉറക്കത്തിൽ എഴുന്നേറ്റ് ഇടയ്ക്ക് ഡാഡീൻ്റെ അടുത്ത് ബിസ്ക്കറ്റ് ചോദിക്കും. ഡാഡി 2-3 പ്രാവശ്യം ബിസ്ക്കറ്റ് വന്നു. പിന്നെ ഞാൻ കണ്ടു തുറക്കുമ്പോൾ വണ്ടി ഓൾറെഡി ഇടിച്ച് കിടക്കുകയാണ്. ഞാൻ ബാക്കിൽ. അതിനുശേഷം ഡാഡി എന്നെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ ആരെയായിട്ടും. എനിക്ക് ആദ്യമായിട്ടാണ്, ഞാൻ ഇതുവരെ കാഴ്ചയായിരുന്നു എനിക്ക് ആക്സിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അച്ഛൻ, ബാക്കിയുള്ളവരോട് അച്ഛൻ മരിക്കുക അല്ലെങ്കിൽ അമ്മ മരിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു വെറും വാർത്തയായിരുന്നു. ടി വിയിൽ കണ്ട ന്യൂസ് മാത്രമായിരുന്നു. അതിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ശരിക്കും യഥാർത്ഥത്തിൽ കരഞ്ഞു പോയിരുന്നു. റോഡിൽ നിന്നിട്ട് ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യണേ, ആരെങ്കിലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കണേ. ആക്സിഡന്റ് ആയെന്ന് മുതലേ മമ്മി ഡാഡീനെ ചോദിക്കുക, ഡാഡി എവിടെ, ഡാഡി എവിടെ. തൊട്ടടുത്ത സീറ്റിൽ ഇരുന്നിട്ട് ട്രാവൽ ചെയ്തിരുന്നതല്ലേ ഡാഡി. അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയും, ഡാഡി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, എങ്ങോട്ടും പോകില്ല ഇനി. എന്നിട്ട് ഞാൻ കരയും. അപ്പൊ ഞാൻ വിചാരിക്കണം മമ്മിക്ക് മനസ്സിലാവുന്ന, നമുക്ക് ഇപ്പോഴും ടെംപ്റ്റേഷൻസ് ഇടയ്ക്ക് ഉണ്ടാവുമെങ്കിലും ഇപ്പൊ അത് ഞാൻ ഒന്നും ഉപയോഗിക്കാതെ ഇന്നത്തെ ദിവസവും കടന്നുപോയി എന്ന് പറയുന്ന ഒരു ട്രിപ്പിലാ. ഞാൻ ഇന്നും ഒന്നും ചെയ്തില്ല, ഇന്നും എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റി. ഇത്രയും ദിവസം ഞാൻ സർവൈവ് ചെയ്തു. എനിക്ക് അതിന്റെ ഫേസിലുള്ള വ്യത്യാസങ്ങൾ, ശബ്ദത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ, നമ്മൾക്ക് എല്ലാം ഇത് ഓവർകം ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും ബേസിക് ലഹരി സിനിമയാണ്. ഞാൻ നല്ലൊരു ബ്രദറല്ല, ഞാൻ നല്ലൊരു മകനല്ല, ഞാൻ നല്ലൊരു ഭർത്താവല്ല, ഞാൻ നല്ലൊരു അച്ഛനല്ല, ഞാൻ നല്ലൊരു പാർട്ട്ണറല്ല, ഞാൻ നല്ലൊരു കൂട്ടുകാരനല്ല. ഞാൻ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മളാണ് പ്രശ്നമെന്ന് നമ്മളാണ്ട് അംഗീകരിക്കുക, എന്നാലേ നമുക്ക് ഇന്ന് പുറത്തു കിടക്കാൻ പറ്റുള്ളൂ. ഇന്റർവ്യൂസ് എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ ഞാൻ വളരെയധികം ശ്രമിച്ചിരുന്നു. അത് ആദ്യം ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും പിന്നീട് ആളുകൾക്ക് മടുപ്പുണ്ടാക്കുകയും അരോചകമായി തോന്നുകയും ചെയ്യുമ്പോഴും എനിക്കത് മനസ്സിലായിരുന്നില്ല. ഇപ്പൊ ഞാൻ അടങ്ങി ഒതുങ്ങിയിട്ടല്ലേ ഇന്റർവ്യൂ തരുന്നത്. പക്ഷേ നമ്മൾ സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോഴത്തെ ഒരു ദിവസം എങ്ങനെയാണ്? ഇപ്പം കഴിഞ്ഞ ഒരു മാസത്തെ നോക്കിക്കഴിഞ്ഞാൽ ആക്ടിങ് അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ പെർഫോമൻസ് ആയിട്ട് നിൽക്കുകയല്ല, അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട തിരക്കുകളിലല്ല, കുടുംബത്തോടൊപ്പമാണ് കൂടുതൽ, ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പോഴത്തെ ഒരു ദിവസം എങ്ങനെയാണ് പോകുന്നത്? അതിനു മുന്നേയും ഏകദേശം അന്ന് ഞാൻ എക്സൈസിന്റെ ഓഫീസിൽ ഹാജരാവുന്നതിന് മുന്നേ ഒരു പൂളിലേക്കുള്ള ചാട്ടം, അവിടെ നിന്നുള്ള ഓട്ടം, തിരിച്ച് നോർത്ത് സ്റ്റേഷനിലേക്കുള്ള പോക്ക്, അവിടെ നിന്ന് റീഹാബിലേക്കുള്ള യാത്ര, അത് കഴിഞ്ഞ് എക്സൈസിന്റെ നോട്ടീസ്, അവിടെ ചെന്ന് തിരിച്ച് SH തൊടുപുഴ SH റീഹാബിലേക്ക് പോകുന്നു. ഇവിടെയൊക്കെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു. ഞാനും ഡാഡിയും മമ്മിയും ജോകുട്ടനും ഞങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കുകയായിരുന്നു ഇവര്. അതിനു മുന്നേ ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഞാനൊരു വഴിക്കും ഇവര് വേറൊരു വഴിക്കും, മാനസികമായിട്ട് ഒന്നാണെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് ഞാൻ ജീവിതത്തിൽ ചിട്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം നോർത്തിലെ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം, ആ ചാട്ടത്തിന് ശേഷം ഞാൻ ഇതെല്ലാം നിർത്തി. അല്ലെങ്കിൽ ഇനി അച്ഛനും അമ്മേനെ ഇട്ട് ഓടിപ്പിക്കാൻ വയ്യ, ഇതിന്റെ പേരിൽ അനിയനും ക്രൂശിക്കപ്പെടുന്നു. പിന്നീട് റീഹാബിലേക്ക് ചെല്ലുന്നു. ചിട്ടയായിട്ടുള്ള ഒരു ജീവിതം വീണ്ടും തിരിച്ചു വരുന്നു നമ്മൾ. അതായത് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, പള്ളിയിൽ പോകുന്നു, ഷൂട്ടിന് പോകുന്നു, ഒരു ശീലങ്ങളും ഇല്ല. അപ്പോൾ ഇതിന്റെ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകുന്നു. ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ എൻഗേജ്ഡ് ആക്കാനായിട്ടുള്ള ഓരോ പരിപാടികൾ ചെയ്യുന്നു, കളിക്കാൻ പോകുന്നു, ഗെയിംസിലേക്ക് കൂടുതലായിട്ട് തിരിഞ്ഞു പോകുന്നു. എൻ്റെ സംസാരം ക്ലിയർ അല്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള സംഭവങ്ങളെല്ലാം ഞാൻ റീഡബ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മീഷ എന്ന് പറയുന്ന പടം റിലീസ് ആവാനുള്ളത്, അതിൽ ക്ലിയർ അല്ലാത്ത ഭാഗങ്ങൾ നമ്മൾ റീഡബ് ചെയ്തു. ഏഞ്ചൽ 16 എന്ന് പറഞ്ഞിട്ട് ഡാഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്ത, സോജൻ ഡയറക്റ്റ് ചെയ്യുന്ന പടം, അതിൽ അനിയനെ അഭിനയിക്കുന്നുണ്ട്, അതും റീഡബ് ചെയ്തു. പിന്നെ തേരി മേരി. പല സമയങ്ങളിലും എനിക്കത് ക്ലിയർ അല്ലായ്മ ആളുകൾ പറയുന്നുണ്ടായിരുന്നെങ്കിലും എനിക്ക് വ്യക്തമായിട്ട് എൻ്റെ കേൾവി, നമ്മൾ കേൾക്കുന്നതാണല്ലോ നമ്മൾ പറയുന്നത്. ഞാൻ കുമാരി മുതലാണ് കേട്ടു തുടങ്ങിയത്. കുമാരിയിൽ പക്ഷെ ആ ക്യാരക്ടർ അങ്ങനെ തന്നെയാണെന്ന് ഞാൻ എപ്പോഴും പറയും. അതിന് അത്ര വ്യക്തതയെ പാടുള്ളൂ. പക്ഷെ ഇടയിലെവിടെയോ ആ ഒരു എൻ്റെ ധാരണ
ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരി, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള ധാരണയിൽ ബാക്കി എല്ലാ ക്യാരക്ടറുകളിലും അത് വന്നു തുടങ്ങുകയും പൊതുവെ എൻ്റെ സംസാരം ക്ലിയർ അല്ലാത്തത് എനിക്ക് മനസ്സിലാവാത്ത ഒരു ഘട്ടം ഉണ്ടാവുകയും ചെയ്തു. അത് ക്ലിയർ ആയി വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ എന്റെ സംസാരത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്. നമ്മള് കുമാരിക്ക് ശേഷം എനിക്കൊന്ന് കുമാരിയിലെ ക്യാരക്ടറിനെ പോലെയാണ് ഇന്റർവ്യൂവിലും പ്രസ് മീറ്റിൽ നിന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നിയിരുന്നില്ല. ഒന്നിന്റെ ഉള്ളില് പെട്ട് കഴിയുമ്പോൾ നമ്മൾക്ക് ആ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോ ആ തിരിച്ചറിഞ്ഞ് പെരുമാറി തുടങ്ങിയ സമയത്ത് എൻ്റെ ഡാഡി വളരെ ഹാപ്പി ആയിരുന്നു. അതിൻ്റെ ഇടയിലാണ് പിന്നാലെ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്യുകയും അതിന്റെ ഗ്യാപ്പിൽ നമ്മൾ റീഹാബ് ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്ത ഒരു റീഹാബ് ഉണ്ടായിരുന്നു. അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ഇപ്പൊ റീഹാബ് അഡിക്ഷൻ ആണെന്ന് പറയാം നമുക്ക്. അല്ലെങ്കിൽ അതൊരു മോഡേൺ മെഡിസിനാണ്. അതിന്റെ കുറച്ച് ക്ലാസ്സസും സെഷൻസും. അപ്പൊ അതിലേക്ക് തിരിച്ചു പോകുന്നതിന്റെ ഇടയിലാണ് ഒരു ദിവസം രാത്രി കിടന്നുറങ്ങി. എനിക്ക് ഈ രാത്രി ഈ വിഡ്രോവൽ സിംറ്റംസിന്റെ ഭാഗമായിട്ടൊന്നും അറിയില്ല. ഇടയ്ക്ക് രാത്രി ഞാൻ എഴുന്നേറ്റ് ബിസ്ക്കറ്റ് കഴിക്കുന്ന ശീലവും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ശീലമൊക്കെ ഉണ്ട്. കാരണം വേറെ ഇതിന്റെ ഇടയിൽ നമ്മൾ ചെയ്തിരുന്ന സിഗരറ്റ് വലി ആയിരുന്നു. അപ്പൊ അതിന് പകരമായിട്ട് തുടങ്ങിയ ശീലമാണ് ബിസ്ക്കറ്റ് കഴിക്കുക, എന്തെങ്കിലും കഴിക്കുക. അപ്പൊ ഞാൻ ബാക്കിലത്തെ സീറ്റിലൊക്കെ കിടക്കുന്നത്. അപ്പൊ ഉറക്കത്തിൽ എഴുന്നേറ്റ് ഇടയ്ക്ക് ഡാഡീൻ്റെ അടുത്ത് ബിസ്ക്കറ്റ് കഴിക്കും. ഡാഡി 2-3 പ്രാവശ്യം ബിസ്ക്കറ്റ് വന്നു. പിന്നെ ഞാൻ കണ്ടു തുറക്കുമ്പോൾ വണ്ടി ഓൾറെഡി ഇടിച്ച് കിടക്കുകയാണ്, ഞാൻ ബാക്കിൽ. അതിനുശേഷം ഡാഡി എന്നെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ ആരെയായിട്ടും. മമ്മി ചോദിക്കുന്നുണ്ട് എന്താണ് നമ്മൾ ഈ റോട്ടിൽ കിടക്കണത്, എങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണത്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ്, ഞാൻ ഇതുവരെ കാഴ്ചയായിരുന്നു എനിക്ക് ആക്സിഡന്റ് എന്ന് പറഞ്ഞു. അച്ഛൻ ബാക്കിയുള്ളവരോട് അച്ഛൻ മരിക്കുക അല്ലെങ്കിൽ അമ്മ മരിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു വെറും വാർത്തയായിരുന്നു. ടി വിയിൽ കണ്ട ന്യൂസ് മാത്രമായിരുന്നു. അതിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ശരിക്കും യഥാർത്ഥത്തിൽ കരഞ്ഞു പോയിരുന്നു. റോഡിൽ നിന്നിട്ട് ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യണേ, ആരെങ്കിലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കണേ. അപ്പോൾ അനിയൻ ജോ എന്ന് പറയുന്ന വ്യക്തി അവൻ മുന്നിലായിരുന്നു ഇരുന്നിരുന്നെന്ന് പറയുന്നു. എനിക്കറിയില്ല ഇതിന്റെ ഇടയിൽ ഞാൻ ഈ റിഹാബിലെ മെഡിസിൻസ് കഴിക്കുന്ന കാരണം നേരത്തെ കിടന്ന് ഉറങ്ങുന്ന ശീലം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ ശീലങ്ങളിൽ നല്ല എന്നെ ഉറക്കാൻ എനിക്ക് മരുന്ന് തരും കറക്റ്റായിട്ട്. ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഡാഡി വേറെ ആളെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കും. എന്നോട് വണ്ടി ഓടിക്കാനേ പറയാറില്ല. ജോകുട്ടന് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ വിചാരിക്കും എന്താണ് ഇവനിങ്ങനെ നടക്കണതൊന്നും പറ്റാത്ത, ഇനി നടന്നു പോയിട്ട് കുഴഞ്ഞു വീഴുകയെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുക. കാരണം വണ്ടി അതുമാതിരി തകരാറ് എടുക്കണം. ഞാൻ ഡാഡീനെ വിളിച്ച് ഡാഡി റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇവനും പാച്ചും കൂടി ഞങ്ങളെ വാരി കെട്ടി ഹോസ്പിറ്റലിൽ എത്തിച്ച്. പിന്നീടൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നടക്കുന്ന സംഭവം, രാവിലെ എഴുന്നേൽക്കുക, ഫിസിയോ ചെയ്യുക, കൈക്ക് സ്റ്റിച്ച് എടുത്തു. സ്റ്റിച്ച് ഞാൻ ഡോക്ടറെ അടുത്ത്, സുജയ്നാഥ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടറാണ് ചെയ്തത്. ഞാൻ ഡോക്ടറെ അടുത്ത് സ്റ്റിച്ച് എടുക്കാൻ പോയിരുന്നു ഇപ്പൊ 2 ദിവസം മുന്നേ. ഡോക്ടറോട് എനിക്ക് കാണാൻ പറ്റില്ല ഈ സൈഡില ഇവിടെ കാണാണ്ട. അപ്പൊ എനിക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചൊരു 10 സ്റ്റിച്ച് എടുക്കാണ്ടാവില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു 10-30 സ്റ്റിച്ച് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒരു 10-30 സ്റ്റിച്ച് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഇതിനു മുന്നേ ഞാൻ ഒരു 9 സ്റ്റിച്ച് ഇട്ടുണ്ട് എനിക്ക്, പണ്ട് അപ്പൻഡിക്സ് വന്നപ്പോ ഈ സൈഡില്. ഡോക്ടർ പറഞ്ഞു ഇത് 9 ഒരു 10-30 സ്റ്റിച്ച് ഉണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു കാണാൻ പറ്റുമോ? അപ്പൊ ഡോക്ടർ പറഞ്ഞു ഞാൻ ഫോട്ടോ എടുത്തിട്ടൊന്ന് കാണിച്ചിരാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു. അപ്പൊ സ്റ്റാപ്ലറിങ് പണ്ടത്തെ. ഞാൻ ചോദിച്ചു കട്ട് വലിയാണോ എന്ന് ചോദിച്ചു. സ്റ്റിച്ചിങ് എന്നെ ഓർമ്മ കിടത്താൻ പറ്റുമോ? അതൊന്നും വേണ്ടി വരില്ല, ജസ്റ്റ് കട്ട് ചെയ്ത് ഇങ്ങനെ ഫുള്ള് സ്റ്റാപ്ലറിങ് ഇങ്ങനെ സ്റ്റാപ്പിൾ ചെയ്യുന്നില്ലേ, അതൊന്ന് അടർത്തി എടുക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു വേദന ഉണ്ടാവും? വേദനയൊന്നും ഉണ്ടാവില്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചില സ്റ്റിച്ചുകൾ വേദന ഉണ്ടാവും. അങ്ങനെ ടിക് 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 ഇടയിൽ ചില സ്റ്റിച്ച് ഒരു ലോക്ക് കൂടുതൽ വീണിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് ഇടയിൽ കുറച്ച് വേദന എടുക്കും. അങ്ങനെ ഇപ്പൊ അത് കഴിഞ്ഞു. മമ്മിക്ക് ഹിപ്പ് ഡിസ്ലൊക്കേറ്റ് ചെയ്തിരുന്നു, അവിടെ നിന്ന് ഡിസ്ലൊക്കേറ്റ് ചെയ്ത് മാറ്റിയിട്ടു. ഇപ്പൊ ട്രാക്ഷൻ ഇട്ട് കിടക്കുക, ഹിപ്പ് അനങ്ങാതിരിക്കാൻ. ഹിപ്പിൽ ചെറിയ ക്രാക്ക് ഉണ്ട്. അനിയന് ചെറിയ നമ്മളെ ഈ സീറ്റ് ബെൽറ്റ് ഇഞ്ചുറികൾ എന്ന് പറഞ്ഞിട്ട് ഇഞ്ചുറികൾ. സീറ്റ് ബെൽറ്റ് ഇട്ടാലും അതിന്റെ അടിയുടെ ആഘാതത്തില് ചെസ്റ്റ് പെയിൻസ് അതൊക്കെ ഗ്രാജുവലി മാറും. അങ്ങനത്തെ പെയിൻസ് ഉണ്ട്. ആ സമയത്ത് അവന് അനുഭവപ്പെട്ടിരുന്നില്ല. ആ സമയത്ത് നമുക്ക് മാനസികമായിട്ടുള്ള വേദനയാണോ ഇതൊക്കെ, ശാരീരികമായിട്ടുള്ള വേദനയാണോ ഒന്നും അറിയില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞതാണ്
എനിക്ക് പുറത്ത് ചെറിയൊരു ക്രാക്കും ഉണ്ട്. അപ്പം ഞാൻ പലപ്പോഴും അപ്പോൾ ആശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാഡിയുടെയും മമ്മിയുടെയും മുന്നിൽ ഈ ആക്സിഡന്റിൽ ഞങ്ങളാണ് പോയിരുന്നെങ്കിൽ അത് വലിയ ഒരു അവർക്ക് താങ്ങാവുന്നതിലധികം. ഇതിപ്പോ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ പിതാവ് പോകുന്ന സമയത്ത് നമുക്ക് പിന്നെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവര് പ്രായമായതല്ലേ, മക്കളും കൺമുന്നിൽ നഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ വേദന എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോ മഹേഷിന്റെ മക്കള് അല്ലെങ്കിൽ ഞാൻ ഒരു പരിധി വരെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാത്തതും വീണ്ടും കടക്കാത്തതും എനിക്ക് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അവര് വീട് വിട്ടിറങ്ങി പോയി തിരിച്ചു വരുന്നവരെ അനുഭവിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അതെനിക്ക് താങ്ങാൻ പറ്റുന്നതല്ല. അതെന്റെ പെങ്ങളുടെ കുട്ടികളാണെങ്കിൽ കൂടി. അപ്പൊ ഞാൻ ആശ്വസിക്കും, എന്റെ ഡാഡിയുടെയും മമ്മിയുടെയും കൺമുന്നിൽ വെച്ചിട്ട് ഞാനോ അനിയനോ ആണ് പോയിരുന്നെങ്കിൽ അവരതെങ്ങനെ തരണം ചെയ്യിക്കും. അതിലും തമ്മിൽ ഭേദം അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് ആശ്വസിക്കാം. പിന്നെ ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഓവർകം ചെയ്ത് കഴിയുമ്പോൾ ഡാഡിക്ക് ഉണ്ടാവുന്ന ഇഞ്ചുറീസ് ഞാനും മമ്മിയും ഇപ്പൊ ഈ പ്രായത്തിൽ ഓവർകം ചെയ്യുന്ന പോലെ അത്ര ഈസി ആയിരിക്കില്ല. അപ്പൊ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് മമ്മീനെ സമാധാനിപ്പിക്കുന്നത്. അല്ല, ഇത് ഞാൻ വന്നപ്പോഴും മമ്മിയോട് ചേർന്ന് എനിക്കൊന്ന് നിങ്ങള് പിന്നെ ഷൈൻ എപ്പോഴും സിനിമയുടെ തിരക്കിലായിരിക്കും. നിങ്ങൾ ഇപ്പോൾ കമൽ സാറിൻ്റെ ഒക്കെ പടത്തിൻ്റെ സമയത്ത് നിങ്ങൾ ഒന്നിച്ചുണ്ട്, നിങ്ങൾ പലപ്പോഴും യാത്ര ചെയ്യുന്നുണ്ട്. ഡാഡിക്കും മമ്മിയൊക്കെ സർപ്രൈസ് ആയിട്ട് നിങ്ങളുടെ ട്രാവലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ കൂടുതൽ കഴിഞ്ഞ ഒരു മാസം നോക്കി കൂടുതൽ സമയം മമ്മിയോട് ചേർന്ന് തന്നെയുണ്ട്. മമ്മിക്ക് എനിക്ക് തോന്നുന്നത് കുറേ കാലത്തിന് ശേഷമായിരിക്കുമല്ലോ അങ്ങനെ മമ്മിയുടെ തൊട്ടടുത്തുണ്ട്. ഇതിനു മുന്നേ ഉള്ള അതൊരു മാസം മുന്നേ അങ്ങനത്തെ ഒരു ശീലം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇനി അവരെ വേദനിപ്പിക്കാനോ ഓടിപ്പിക്കാനോ എനിക്ക് പറ്റാതെ ആയിട്ടുണ്ട്. കാരണം എന്തൊക്കെയാണെങ്കിലും എൻ്റെ ശീലങ്ങൾ കൊണ്ടോ എൻ്റെ നല്ല ശീലങ്ങൾ കൊണ്ടോ മോശം ശീലങ്ങൾ കൊണ്ടോ മറ്റുള്ള ആളുകൾ, പ്രത്യേകിച്ചും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും എന്നെ ഏറ്റവും പ്രിയപ്പെട്ടതുമായിട്ട് കാണുന്ന ആളുകൾ കിടന്ന് നെട്ടോട്ടം ഓടുന്നു. അതാ എൻ്റെ മാതാപിതാക്കളാണെങ്കിലും സഹോദരി സഹോദരന്മാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും ഇപ്പൊ എന്റെ പടം കാണുന്നവരാണെങ്കിലും നിങ്ങളാണെങ്കിലും ഇവരാണെങ്കിലും എല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ചുറ്റും കിടന്നിട്ട്. അവര് യാതൊരു തരത്തിൽ അനുഭവിക്കേണ്ട ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഈ ആക്സിഡന്റിന് ശേഷം ഞങ്ങള് ഈ സർജറിക്ക് ശേഷം ഒരു മുറിയിൽ തന്നെയായിരുന്നു. മമ്മി പറഞ്ഞു ഒരുമിച്ച് കിടക്കണം. ആക്സിഡന്റ് ആയ അന്ന് മുതലേ മമ്മി ഡാഡിനെ ചോദിക്കുക, ഡാഡി എവിടെ, ഡാഡി എവിടെ? തൊട്ടടുത്ത സീറ്റിൽ ഇരുന്നിട്ട് ട്രാവൽ ചെയ്തിരുന്നതല്ലേ ഡാഡി. അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയും, ഡാഡി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, എങ്ങോട്ടും പോകില്ല ഇനി. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ കരയും. അപ്പൊ ഞാൻ വിചാരിക്കണം മമ്മിക്ക് മനസ്സിലാവുന്ന. കുറച്ച് കഴിഞ്ഞ് മമ്മി വീണ്ടും ചോദിക്കും, ഡാഡിക്ക് എവിടെ, ഡാഡി എവിടെ? ഡാഡി ഐസിയുലായിരിക്കും അല്ലേ? അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ അനിയത്തിമാര് വന്നിട്ട് അപ്പൊ ന്യൂസിലാൻഡിലുള്ള അനിയത്തിമാരെ കണ്ടപ്പോ കുറച്ചും കൂടി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, ആക്സിഡന്റ് മാത്രം. ഇവര് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നല്ലോ. പിന്നെ ഗ്രാജുവലി ആണ് അത് പറഞ്ഞ് മനസ്സിലാക്കണം. എന്നാലും കുറച്ച് കഴിയുമ്പോൾ മമ്മിക്ക് ഹെഡ് എവിടെ ചെന്ന് ഇടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചെറിയ ക്ലോട്ട് എന്തോ ഉണ്ട്. അപ്പൊ മെമ്മറി ഇടയ്ക്ക് ലോസ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ അത് ഓക്കെ ആയി. മമ്മിക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു ദുഃഖം ഉണ്ട്. അതായത് ബോഡി പോലും ഇങ്ങനെ നേരിട്ട് നിന്നൊന്ന് കാണാനോ, കാരണം മമ്മി ഇങ്ങനെ കെടുക്കല്ലേ, അപ്പൊ ബോഡി ഞങ്ങള് ഉയർത്തിയിട്ടാണ് കാണിച്ചത്. അവിടെ ബോഡി ഫ്യൂണറലിന്റെ സമയത്താണെങ്കിലും അടുത്ത് വന്ന് കെടുത്തിയപ്പോ മമ്മി ഇങ്ങനെയാണ് കാണുന്നത്. അപ്പൊ ഡാഡിയെ മൂക്കൊക്കെ കാണുള്ളൂ. ഇപ്പൊ അനങ്ങാൻ പൊന്തി നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ മമ്മിക്ക് ഒരു മിനിറ്റ് സെക്കൻഡ് പോലും ഞാൻ എങ്ങോട്ടോ വഴിതെറ്റി പോകുന്നില്ല അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടും മാറുന്നില്ല എന്ന് കാണിക്കാൻ ഞാനും എൻ്റെ അനിയനും എപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഒരേ റൂമിൽ തന്നെ ഞങ്ങളെ സർജറി കഴിഞ്ഞിട്ട് കിടത്തിയാൽ മതി ഉണ്ട്. കാരണം രാത്രി ആകുമ്പോഴും രാത്രി ഉറക്കം അധികം വരില്ല നമുക്ക്. കാരണം ഇങ്ങനെ മലർന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റില്ലല്ലോ അധികം. നമ്മളും അല്ല ഇങ്ങനെയല്ല മലർന്നല്ല കിടക്കണം, നമ്മളിങ്ങനെ കമഴ്ന്ന് കിടന്നിട്ടല്ലോ ഉറങ്ങിയ ശീലം. ഇങ്ങനെ കിടക്കുമ്പോ പ്രത്യേകിച്ച് നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളും ആ ദിവസത്തെ പറ്റിയിട്ടൊക്കെയാണ് ഓർമ്മ. മമ്മിയുടെ അടുത്ത് തന്നെ മാക്സിമം ഉണ്ടായിരിക്കണം എന്നുള്ളൊരു തോന്നല്. അപ്പൊ എന്റെ കൈ ഡാഡിയുടെ കൈ പോലെ ഇരിക്കാന്ന് പറയാ എന്റെ അനിയത്തി. മമ്മി ഇടയ്ക്ക് എന്റെ കൈ പിടിച്ചു നോക്കും. എന്തെങ്കിലും റിസംബിൾ, എന്തെങ്കിലും സാമ്യത അല്ലെങ്കിൽ ഡാഡിയുടെ എന്തെങ്കിലും സാമീപ്യം. അപ്പൊ ഞാൻ പറയും മമ്മി ജോയുടെ മേത്തായിരിക്കും ഡാഡി മിക്കവാറും. നമ്മൾ ഈ ആത്മാവിലോ അല്ലെങ്കിൽ പ്രേതത്തിനെയോ ഒക്കെ പേടിച്ചിരുന്നത് നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മരണത്തിന് ശേഷം
എന്ന് പറയുന്ന സങ്കല്പം നമുക്ക് മാറി. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം അല്ല, നമ്മൾ പ്രസൻസ് അല്ലേ, പ്രസൻസ്. ഇപ്പൊ അതിനോടുള്ള പേടി മാറി. ജോകുട്ടനാണ് ഒരു പോറൽ പോലും കേൾക്കാതെ നമ്മളെ അവിടെ എത്തിച്ചതും അവിടെ നിന്ന് നാട്ടിലേക്ക് എത്തിച്ചതും ഇപ്പോഴും കൊണ്ടു നടക്കുന്നു അനിയത്തിമാർ. അതായത് ഒരു ബോധത്തോടെ എല്ലാരും കണ്ട് കാര്യങ്ങള്, അതായത് ഡാഡി ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തിരുന്ന. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ കൈ ആ സമയത്ത് ഒടിഞ്ഞു തൂങ്ങിയിരുന്നു. എനിക്ക് മമ്മീനെ ലിഫ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പൊ എങ്ങനെയാണ് അവിടെ നിന്ന് ഇവിടെ എത്തിച്ചത് എന്നുള്ളതൊക്കെ ഓർക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോഴും രാത്രി എനിക്കിപ്പോ സ്റ്റിച്ച് വിട്ടാനായിട്ട് ഞാൻ പുറത്തേക്ക് വണ്ടിയിൽ പോകുമ്പോഴും ടെൻഷനാ. വണ്ടി ഇടിക്കോ, നമ്മള് ട്രോമയായി വണ്ടി ഒരു മാറുമല്ലോ. മമ്മി ഞാനും ഒരേ റൂമിൽ കിടക്കണം. ഞാൻ പറഞ്ഞു ഞാൻ മമ്മിയുടെ കൂടെ കിടന്നോളാം. കാരണം മമ്മി മാത്രം ഒറ്റപ്പെട്ടു പോയി എന്നുള്ള തോന്നൽ ഉണ്ടാവാൻ പാടില്ല. തിരക്കായി എല്ലാവരും ഓരോരോ പരിപാടികളായിട്ട് ഇങ്ങനെ പോകുമ്പോഴേ മമ്മി മാത്രമായി പോയി. കാരണം മമ്മിക്കാണല്ലോ കമ്പാനിയൻഷിപ്പ് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടുള്ളത്. നമ്മൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് വേറെ ഈ ലോകത്ത് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരുപാട് കാര്യങ്ങളെ പറ്റി എൻഗേജ്ഡ് ആവും, എൻഗേജ്ഡ് ആവാനുണ്ട്. അങ്ങനെ ആയേ പറ്റൂ. പക്ഷെ മമ്മിക്ക് വേറെ ഒന്നും എൻഗേജ്ഡ് ആവണില്ല. റിട്ടയർമെന്റ് സമയത്ത് ഇവര് തമ്മിലുള്ള ഈ കമ്പാനിയൻഷിപ്പിൽ ഇങ്ങനെ മുന്നോട്ട് പോയിരുന്നു. അവർ ഒരുമിച്ചുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും. അപ്പോ അതുകൊണ്ടാണ് ഞാൻ മമ്മിയുടെ തൊട്ടടുത്ത ബെഡിൽ തന്നെ കിടക്കുന്നത്. ഇപ്പൊ ഈ നമ്മൾ തന്നെ സംസാരിച്ച് പറഞ്ഞിട്ട് ഒരു 7ാം ക്ലാസ്സുകാരന്റെ ആഗ്രഹമായിരുന്നു മലയാള സിനിമയിൽ എത്തണം എന്നുള്ളത്. ഒരു പൊന്നാനിയില് 7ാം ക്ലാസ്സിന്റെ ആഗ്രഹം അന്ന് ഞാൻ ആദ്യമായിട്ട് പുറത്ത് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ മാസം കമൽ സാറിനെ കാണുന്ന സമയത്ത് കമൽ സാർ ഇങ്ങനെ യാദൃശ്യമായിട്ട് പറഞ്ഞു ഈ അതായത് ജുനൂസിനെ എടുത്തിട്ട് പുറത്തേക്ക് മറ്റേ കടലിന്റെ സൈഡിലാണ് കണ്ടല്ലോ ഉണ്ടായിരുന്നു നിങ്ങൾ, ആനപ്പടിയിൽ. അപ്പോൾ എടുത്ത് ഓടുന്ന സമയത്ത് കയ്യില് ഷൈൻ്റെ കയ്യിലാണ് കൊച്ചെങ്കിൽ അവർക്ക് ഭയങ്കര ധൈര്യമുള്ളൊരു സംഗതിയായിരുന്നു. കാരണം അവരുടെ വീട്ടിലൊരു മൂത്ത മോനെ പോലെയാണ് അവിടെ വളർന്നിരുന്നത് എന്നുള്ളത്. ഇപ്പം സിനിമയിൽ ഇപ്പം നമ്മൾ അതിലെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും ഗംഭീര പെർഫോമൻസ് ഉള്ള ക്യാരക്ടറാണ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതിപ്പോൾ കുറിപ്പെടുത്താലും ഇതിഹാസം എടുത്താലും കമ്മട്ടിപ്പാട് എടുത്തു കഴിഞ്ഞാലും അങ്ങനെ ഓരോ ഇപ്പം ഭീഷ്മ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഷൈൻ ചെയ്യുമ്പോൾ അതിലൊരു ഷോ സ്റ്റീലർ. ഇപ്പോൾ തല്ലുമാല എടുത്തു കഴിഞ്ഞാലും അതിൽ ഇപ്പം ഇഷ്ക് എടുത്താലും ഷൈൻ ടോം ചാക്കോയുടെ ക്യാരക്ടർ എന്ന് പറയുമ്പം ആ കൂട്ടത്തിൽ എല്ലാ ക്യാരക്ടറിനേക്കാളും ഒരു തലപ്പൊക്കം ഉണ്ടാവുമായിരുന്നു. ശരിക്ക് സിനിമ ഞാൻ പറഞ്ഞത് നമ്മൾ പറയും ഇപ്പം അതിൽ നിന്ന് ഇപ്പോൾ ലഹരിയുടെ ലോകത്തുനിന്ന് പുറത്ത് കടന്ന് ഇപ്പോൾ ഒരു വിഡ്രോവൽ സിൻഡ്രോം എന്ന് പറയുന്ന അതിനെ മാനസികമായിട്ട് ഏറ്റവും കരുത്തോടെ നേരിടാൻ പ്രാപ്തനായ ഒരു മനുഷ്യൻ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഈ സിനിമ തന്നെ ലഹരിയാവുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന കുടുംബവും സിനിമയൊക്കെ ലഹരിയാവുന്ന ഒരു തുടർച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു തുടർകാലല്ലേ ഇനി ഷൈന് മുമ്പുള്ളത്? അങ്ങനെ നമ്മൾക്ക് എല്ലാം ഇത് ഓവർകം ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും ബേസിക് ലഹരി സിനിമയാണ്. അതെ, അതിൽ ആ ലഹരി കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇടയിൽ വരുന്നത് എല്ലാ സബ്സ്റ്റൻസ് ആണെങ്കിലും വ്യക്തികളാണെങ്കിലും സാഹചര്യങ്ങളും സിറ്റുവേഷൻസുകളാണെങ്കിലും ബേസിക് ആയിട്ട് നമ്മുടെ ഒരു ഇൻസ്റ്റിക്റ്റ് അഭിനയിക്കണം, പെർഫോം ചെയ്യണം, ആളുകളെ എന്റർടൈൻ ചെയ്യിപ്പിക്കണം എന്നുള്ളത്. അത് നമ്മളെ പട്ടിണി കിട്ടാലും വയറ് നിറച്ച് ഭക്ഷണം തന്നാലും നമ്മൾ അതന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഇതിനോ അല്ലെങ്കിൽ ഡോക്ടർ ഇത് പറയും എങ്ങനെയാണ് പെട്ടെന്ന് ഇതൊന്നും ഓവർകം ചെയ്യണം. ആളുകൾ പറയും ഇതൊന്നും ഓവർകം ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും ഞാൻ പല കമന്റുകളും കേൾക്കാം, ഇതൊക്കെ ഇപ്പൊ നാളെ തുടങ്ങുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ ഇതൊന്നും ഇത്രയും പെട്ടെന്ന് നിർത്താൻ പറ്റും. കാരണം ഇതിനു മുന്നേ ഒരിക്കൽ ഞാൻ ഉണ്ടായപ്പോ എല്ലാം നിർത്തിയതാ. പക്ഷെ അന്ന് ഞാനത് നിർത്തിയെന്ന് പറയുന്നത് ഒരുപാട് പ്രഷറിന്റെ മുകളിലും പേടിയുടെ മുകളിലാണ്. ഇന്ന് ഞാനതിനെ എനിക്ക് എന്നേക്കാൾ ഉപരി ഡാഡിക്കും മമ്മിക്കും അനിയനും എന്നെ ചുറ്റപ്പെട്ടു നിൽക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ട് ഈ ലഹരി എന്ന് പറയുന്നത് ഒരു കമ്പാനിയൻഷിപ്പാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആ കമ്പാനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരും ഇല്ലെങ്കിലും ഇത് ഉണ്ടെങ്കിൽ നമുക്കൊരു മൂലക്കിലോ ഒരു റൂമിലോ ഇരുന്ന് ഒരു കൂട്ടാണ്. അത് നമുക്ക് പ്ലഷർ തരാം. പക്ഷെ ഈ പ്ലഷർ ഒരിക്കലും നിലനിൽക്കുന്നില്ല. അതുവഴി നമുക്ക് മാത്രം പ്ലഷറും ബാക്കിയുള്ളവർക്ക് പ്രഷറും അവരുടെ ജീവിതം ഒന്നുമല്ലാതെയും ദുഃഖത്തിലും ടെൻസ്ഡും ആയിട്ട് നമ്മൾ പ്ലഷർ അനുഭവിച്ചിട്ട് ഒരു കാര്യമില്ല. അത് മാത്രമല്ല അത് ആ പ്ലഷർ എന്ന് പറയുന്ന ഒരു നൈമിഷികമായ നമ്മളൊരു അല്ലേ ഒരു ഈ ജീവിതം തന്നെ നൈമിഷികമാണ് ആക്ച്വലി. അത് വളരെ ലൗകികപരമായ ജീവിതമാണ് നമ്മുടെ ഇതിന്റെ. അത് ജീവിതം തന്നെ അങ്ങനെയാണ് പറയുന്നത്. അതിന്റെ ഇടയിൽ വീണ്ടും ഭയങ്കര നൈമിഷികമായ ചില ഇത് നമ്മളുടെ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യാൻ ഇഷ്ടമുള്ള സാധനങ്ങളെ
നിയന്ത്രിക്കപ്പെടുകയും അത് ചെയ്യാനുള്ള അവസരം ഇല്ലാതെയാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആലോചിച്ച് പോകും, നമ്മൾ എന്തിനാ മറ്റതിന്റെ പിന്നാലെ, അല്ലെങ്കിൽ മറ്റത് എന്തിനാണ് പോണത്? നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മളെ മുന്നോട്ട് നയിക്കുന്ന സാധനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ലോകത്ത് എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ അല്ലെങ്കിൽ സിനിമയിലെ പെർഫോമൻസോ അല്ലെങ്കിൽ പെർഫോം ചെയ്യേണ്ട അവസരങ്ങളോ നമ്മൾ ഇല്ലാതെയാകില്ല. അതൊരു ശീലമായിട്ട് ഇടയിൽ കൂടിയെന്നേ ഉള്ളൂ. അത് നമ്മൾ ഒരിക്കലും മുഴുവനായിട്ട് നമ്മൾ ഒരിക്കലും കീഴ്പ്പെടുത്താൻ പറ്റില്ല. ബേസിക് ആയിട്ട് നമ്മുടെ ലഹരി വേറെയാണെങ്കിൽ. അതെ, അല്ല ഉറപ്പായും അത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നമ്മളൊരു സമ്മർദ്ദത്തിന്റെ പുറത്ത് നമ്മളൊരു തീരുമാനം എടുക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞു, ഒരു സമ്മർദ്ദത്തിന്റെ പുറത്ത് എന്നാൽ ലഹരിയുടെ കൂട്ടുപേക്ഷിക്കാം എന്ന് തീരുമാനിച്ചെടുത്തൊരു തീരുമാനത്തിൽ നിന്ന് ഇത്തവണ ആ തീരുമാനം പറഞ്ഞ് ചുറ്റുമുള്ളവർ വേദനിക്കരുത് എന്ന് മാത്രമല്ല, നമ്മളൊരു തിരിച്ചറിവ് കൂടി ഉണ്ടല്ലോ, നമ്മൾക്ക് ഇതിനേക്കാൾ ഗംഭീരമായുള്ളൊരു ഏറ്റവും സാധ്യതയുള്ളൊരു മറ്റൊരു മേഖലയുണ്ട്. അപ്പൊ അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളയാൻ അതിനെ നമുക്ക് ഭയങ്കര സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് അതിൽ ഇടപെടാനും മുന്നേറാനും പറ്റാത്തതിനെ എന്തിനേയും നമ്മൾ മാറ്റി നിർത്തണം. അത് നമ്മള് അത് ഈ 42-ാം വയസ്സിൽ ഞാൻ ആലോചിക്കുന്ന പോലെ ആയിരിക്കില്ല 30-ാം വയസ്സിൽ ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് ഈ തിരിച്ചറിവ് എനിക്ക് ഉണ്ടാവുന്നത് ഇപ്പൊ ഒരു 30 വയസ്സുകാരൻ ഉണ്ടാവണം എന്ന് ഞാൻ വാശി പിടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അധികം ചർച്ച ചെയ്യാൻ പോലും പാടില്ല. കാരണം ഒരിടയ്ക്ക് ഫുൾ അന്തിച്ചർച്ചകളും എല്ലാതും, പ്രത്യേകിച്ച് സിനിമാകാരെ മാത്രം കുറ്റം പറയുന്ന ഒരു ഇതിലേക്ക് പോയി. ഇപ്പോഴും കഴിഞ്ഞ അമ്മയുടെ മീറ്റിങ്ങിൽ ടോയിയുടെ പിന്നാലെ നടന്നിട്ട് ഇത് പാടില്ലല്ലോ 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 എന്ന് ചോദിക്കുന്ന മാധ്യമപ്രവർത്തകർ ഞാൻ കണ്ടു. ഇത് പാടുന്നു നമ്മളാരും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് നല്ല സിനിമകൾ ഉണ്ടാവും, നല്ല പെർഫോമൻസ് എന്ന് പറഞ്ഞില്ല. ഇത് ഓരോരുത്തരുടെ ശീലങ്ങൾ മാത്രമാണ്. അത് ഓരോരുത്തരും ഇപ്പോ നമുക്ക് മുന്നിലുള്ള ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും എൻ്റെ അച്ഛനാണെങ്കിലും നിങ്ങളുടെ അച്ഛനാണെങ്കിലും ഒരിക്കൽ ഓരോരോ ശീലങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഓരോരോ പ്രായങ്ങളിലെ അവർ നിർത്തും. നമ്മൾ നിർത്തിയ സമയത്ത് തന്നെ ഇവര് നിർത്തണം എന്ന് പറയാൻ വാശി പിടിക്കാൻ നമുക്ക് ഒരു അവകാശമില്ല. അതിന് പ്രഷറൈസ് ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറയാം ഞാൻ. അല്ല, നേരത്തെ പറഞ്ഞില്ലേ, ഒരു സമ്മർദ്ദമല്ല, അവരുടെ തിരിച്ചറിവ്, അവരുടെ ഒരു സ്വയം തിരിച്ചറിവിലാണ് ഇതുണ്ടാവുന്നത്. വേറൊരു കാര്യമുള്ളത്, ഞാൻ എപ്പോഴും ഇപ്പം ഷൈനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള, അത് ഇപ്പം മലയാളത്തിൽ തന്നെ സിനിമ ഫിലിം എന്ന് ഡിജിറ്റലി മാറുമ്പോൾ നമ്മൾ പിന്നീട് എണ്ണം പറയുന്നത് ഇപ്പം ട്രാഫിക് പോലെ, പിന്നെ സോൾട്ട് ആൻഡ് പെപ്പർ പോലെ വളരെ പ്രധാനപ്പെട്ട ചാപ്പാക്കുരിശ് പോലെ അതിന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്ന ആളാണ്. നമുക്കറിയാം, അന്ന് എന്ന് പറഞ്ഞാൽ സിനിമ മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അന്നത്തെ അതിന് ചുക്കാൻ പിടിക്കുന്ന ചീഫ് അസോസിയേറ്റ് ആയിട്ടുണ്ടാണ്. അപ്പോൾ സിനിമയുടെ ചിട്ടവട്ടങ്ങൾ അറിയാം, അത് എത്രത്തോളം ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യണം, അതിന്റെ ചാർട്ടിങ് സംവിധാനം അങ്ങനെ അറിയാവുന്ന ഒരാളാണ്. ഞാൻ പറയുന്നത് ഒരു പിന്നെ ഇപ്പോൾ ഞാൻ ഒരു റിഹാബ് സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് വേറെ തന്നെ ഒരു ചിട്ടയിലേക്കാണല്ലോ വ്യക്തി ജീവിതം പോകുന്നത്. കൃത്യമായ ചിട്ട. ഇപ്പം നേരത്തെ പറഞ്ഞ ഡബ്ബിങ്ങിനിടയിൽ സിഗരറ്റ് വലിക്കണം എന്ന് തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പം അത് ബിസ്ക്കറ്റിലേക്ക് മാറ്റുന്നു എന്ന് പറയുന്നത്, ഇത് പുതിയൊരു ചിട്ട കൂടി ഉണ്ടല്ലോ, അത് നടപ്പാക്കിയെടുക്കുന്നതിൽ ഭയങ്കര അച്ചടക്കത്തോടെ ചെയ്യുന്ന ഒരാളാണ്. ഇതിനു മുന്നേ സിനിമയ്ക്ക് യാതൊരു കോട്ടവും, സിനിമയുടെ വർക്കിന് യാതൊരു കോട്ടവും തട്ടാത്ത രീതിയിലാണ് എന്ത് ശീലങ്ങൾ ഉണ്ടെങ്കിലും മുന്നോട്ട് പോയിരുന്നത്. ഉറക്കമില്ലായ്മയാണെങ്കിലും ഞാൻ ലൊക്കേഷനിൽ നേരത്തെ എത്തും. ഉറങ്ങാതിരിക്കണത് ലൊക്കേഷനിൽ നേരത്തെ എത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഷൂട്ടിങ്ങും ഞാൻ മുടക്കിയിട്ടില്ല. അവർക്ക് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഡബിങ്ങിന്റെ കാര്യത്തിൽ ഉണ്ടാവുന്ന ഈ ഇഷ്യൂസും കാഴ്ചക്കുള്ള എന്റെ അൺഹെൽത്തി ലുക്കും പരിപാടികളും മാത്രമേ ഉള്ളൂ. അല്ലാതെ പുറമേക്കുള്ള ഒരു അഗ്രസീവ് ആയിട്ടുള്ളതും ഇന്റർവ്യൂവിൽ കാണുന്ന പോലെയുള്ള ഒരു കുഴപ്പക്കാരനും അല്ല ഞാൻ ലൊക്കേഷനിൽ. കാരണം ഷൂട്ടിങ് നടക്കുക എന്നുള്ളതാണ് ബേസിക് സാധനം. അത് കമൽ സാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വളരെ അധികം ആളുകൾ അവരുടെ സ്വപ്നം, അവരുടെ സമയം, അവരുടെ കഴിവ്, അവരുടെ ധനം എല്ലാം കൂടി കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണിത്. ഇത് എന്റർടൈനിങ് ആണെങ്കിലും നമ്മൾ എന്റർടൈനിങ് ആയിട്ടിരിക്കാനല്ല, ബാക്കിയുള്ളവരെ എന്റർടൈനിങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ വളരെ സൂക്ഷ്മം ശ്രദ്ധിച്ച് താല്പര്യത്തോടു കൂടി വർക്ക് ചെയ്യേണ്ട ഒരു മേഖലയാണ്. ഒരു സെക്കൻഡ് പോലും വൈകുമ്പോൾ അത്രയും നഷ്ടമുണ്ടാവും ഇത് മുടക്കുന്ന ഒരാൾക്ക്. അതുകൊണ്ട് അതിന് അത്രയും പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് ഞങ്ങളെ പഠിപ്പിക്കുക. പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്നതല്ല കമൽ സാർ. സാർ തന്നെ പ്രവർത്തിച്ചും പറഞ്ഞും കേട്ടും ഒക്കെ ഞങ്ങൾ, അല്ലെങ്കിൽ സാർ ഇത് ഇന്നത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യാവൂന്നില്ല. അതൊരു ഗുരുകുല വിദ്യാഭ്യാസമാണ്. അത് വളരെ നേരത്തെയുണ്ട്. അത് ഞങ്ങൾ ഒരിക്കലും മാറ്റിയിട്ടില്ല. പിന്നെ എൻ്റെ സ്വന്തമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒരിക്കലും സിനിമ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ ഒരിക്കലും തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റെന്ത് ആരോപണവും വേണമെങ്കിലും പറയാം, പക്ഷെ സിനിമാ പ്രവർത്തനം
അല്ലെങ്കിൽ സിനിമയുടെ ഉണ്ടാക്കുന്ന പ്രോസസ്സിന് ഒരിക്കലും ഇല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ബാംഗ്ലൂർ ആണെങ്കിൽ കേരളത്തിലാണെങ്കിൽ ഇപ്പൊ ഇടുക്കിയിലൊക്കെ ഈ റീഹാബുമായി ബന്ധപ്പെട്ട സംഗതികളുണ്ടല്ലോ. ഈ പറഞ്ഞ ഇപ്പം പലരും പറയാറുണ്ട്, ഇപ്പോൾ നമ്മൾ ഇപ്പൊ ഡ്രൂ ബാരിമോറിന്റെയും അങ്ങനെ പുറത്തുള്ള ഹോളിവുഡ് ആക്ടേഴ്സൊക്കെ അവര് പെർഫോമൻസിലേക്ക് ഏറ്റവും അതിഭീകരമായ പൂർവാധികം ശക്തിയോടെ തിരിച്ചു പറയുകയും ലഹരിയുടെ ലോകത്ത് മൊത്തം വിട്ടെറിഞ്ഞിട്ട് വരുന്ന സമയത്തൊക്കെ അവർ പറയുന്ന സമയത്ത് മറ്റ് ആക്ടിവിറ്റീസിൽ ഭയങ്കര ചാർജഡായി നിൽക്കുന്നു. അവർക്ക് അറിയാത്ത ഗെയിം പുതുതായി ട്രൈ ചെയ്യുന്നു. അങ്ങനെ ഒരു കുറച്ചുകൂടി ആക്ടിവിറ്റീസിലേക്ക് പോകുന്നു. എന്നുവെച്ചാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പെർഫോമർ എന്ന് പറഞ്ഞാൽ ഇപ്പം അസോസിയേറ്റ് ഡയറക്ടർ ലൈഫ് ഉണ്ടെങ്കിലും പെർഫോമർ എന്ന് പറഞ്ഞാൽ പലതരം ആക്ടിവിറ്റി ചെയ്യേണ്ടി വല്ലോ. നല്ലൊരു ക്യാരക്ടർ ഫുട്ബോൾ കളിക്കാരനാണെങ്കിൽ നിങ്ങൾ ഫുട്ബോൾ ചിലപ്പം കുറച്ചെങ്കിലും പരിശീലിക്കേണ്ടി വരും. നാളെ കബഡി കളിക്കാരനാണ്. അങ്ങനെ ഇത് ശരിക്കും ഒരു റിയാബുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റ് ഈ നമ്മൾ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് മാറിയിട്ടില്ല. മറ്റു കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധയൂന്നുക, കുറെ കാര്യങ്ങൾ ചെയ്യുക. എങ്ങനെയാണ് ഈ പറയുന്ന ആ സമയം ഹാൻഡിൽ ചെയ്യുന്നത്? ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നേരത്തെ ഡബിങ്ങിന്റെ ഇടയിൽ ഗ്യാപ്പിൽ ഞാൻ സിഗരറ്റ് വലിക്കാൻ പോയിരുന്നു. അപ്പോ അതായത് കുറച്ച് ഡബ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു മുഷിപ്പ്, ഒരുപാട് ആവർത്തന വിരസതയുള്ള ഒരു സംഭവമാണ് ഈ ഡബിങ്. ചിലപ്പോ എന്നുള്ള വാക്ക് തന്നെ ചിലപ്പോ കറക്റ്റ് ആവാതെ ഒരുപാട് തവണ മാറ്റി മാറ്റി പറയുമ്പോൾ നമ്മൾ പറയും ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് പുറത്തു പോയി സിഗരറ്റ് ചെയ്യാറ്. അപ്പോൾ ഇപ്പൊ ഞാൻ ചെയ്യാറ് അതിന്റെ കുറച്ച് ഡബ് ചെയ്ത് കഴിഞ്ഞാൽ പോയിട്ട് നമ്മുടെ ഈ ടർഫിലൊക്കെ പോയിട്ട് കുറച്ചു നേരം ക്രിക്കറ്റ് കളിക്കും. അടുത്ത് തന്നെ ടർഫുകളുണ്ടല്ലോ. അല്ലെങ്കിൽ ടെന്നീസ് കളിക്കും കടവന്ത്രവ അവിടെ. അല്ലെങ്കിൽ ഈ റൈഫിൾ ക്ലബിൽ ജോയിൻ ചെയ്യാൻ നിൽക്കുകയായിരുന്നു. ബാംഗ്ലൂർ പോയിട്ട് ഹോഴ്സ് റൈഡിങ്ങിന് നിൽക്കുകയായിരുന്നു. അങ്ങനത്തെ ഗെയിംസിലേക്ക് നമുക്കൊരു ആകർഷണം, കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം അതിന്റെ ഇടയിൽ എൻഗേജ്ഡ് ആക്കാനുള്ള ഒരു എണ്ണം ഉണ്ടായിരിക്കണം. പുതിയതായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് എന്തെങ്കിലും ഒരു സാധനം, എന്നാലേ നമുക്ക് ഇതിന്ന് പൂർണ്ണമായിട്ട് വിട്ടു നിൽക്കാനും പുറത്തു വരാനും പറ്റുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ ഇതിലേക്ക് ഒരെണ്ണം വലിച്ചേക്കാം എന്നൊരു തോന്നൽ ഉണ്ടാക്കാതെ നമ്മൾ പുതിയ പുതിയ ഗെയിംസുകൾ അല്ലെങ്കിൽ സാധനങ്ങൾ ട്രൈ ചെയ്യാൻ ഞാൻ നീന്താൻ പോവാറുണ്ട്. അങ്ങനെ ടെന്നീസ് കളിക്കാൻ പോകും. ടെന്നീസ് കളിക്കാൻ അറിഞ്ഞിട്ടല്ല, നീന്തലൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ അണ്ടർ വാട്ടർ ഒക്കെ നേരത്തെ പടത്തിന് വേണ്ടിയിട്ടും ട്രൈ ചെയ്യാൻ ആ സമയത്താണ് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ കൂടുതലായിട്ട് ചെയ്തു തുടങ്ങിയിരുന്നു. അതിന്റെ ഇടയിലാണ് ഇപ്പോ ഈ 1.5 മാസം സ്ലിങ്ങിൽ ഇട്ടിരിക്കേണ്ട അവസ്ഥ വന്നത്. നേരത്തെ പറഞ്ഞ കുടുംബമുണ്ട്, മറ്റേ മമ്മിയും സഹോദരിമാരും കുറച്ചും കൂടി വേറെ മാനസികാവസ്ഥയിലാണ്. നമുക്ക് ഇപ്പോഴും ടെംപ്റ്റേഷൻസ് ഇടയ്ക്ക് ഉണ്ടാവുമെങ്കിലും ഇപ്പൊ അത് ഞാൻ ഒന്നും ഉപയോഗിക്കാതെ ഇന്നത്തെ ദിവസവും കടന്നുപോയി എന്ന് പറയുന്ന ഒരു ട്രിപ്പിലാ. എന്തെങ്കിലും റിഹാബ് ഉണ്ടാക്കുന്ന ഒരു പുതിയ ലഹരിയുണ്ട്. അതായത് ഞാൻ ഇന്നും ഒന്നും ചെയ്തില്ല, ഇന്നും എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റി, ഇത്രയും ദിവസം ഞാൻ സർവൈവ് ചെയ്തു. എനിക്ക് അതിന്റെ ഫേസിലുള്ള വ്യത്യാസങ്ങൾ, ശബ്ദത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസം, സ്വഭാവത്തിൽ ഞാൻ ആരെയും അറ്റാക്ക് ചെയ്തിട്ടല്ല. ഞാനിപ്പോ കൊടുക്കുന്ന പുതിയ ഇന്റർവ്യൂകളാണെങ്കിലും ഞാൻ പഴയ ഇന്റർവ്യൂകളാണെങ്കിലും എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തന്നെ ചിലപ്പോ പഴയ ഇന്റർവ്യൂസ് എടുത്ത് നോക്കുമ്പോൾ പഴയതെന്ന് പറഞ്ഞാൽ അത് കുറച്ച് കൂടുതലല്ലേ എന്ന് തോന്നിക്കുന്ന സാധനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ പറ്റുന്നുണ്ട്. നമ്മള് നമ്മുടെ ഒരു ഈ പൂമ്പാറ്റയുടെ ഒരു കൂടില്ലേ, അത് നമ്മൾ തന്നെ പൊളിച്ച് എപ്പോഴും പുറത്തു വരേണ്ടിയിരിക്കും. നമ്മൾ തന്നെ ഫൈൻ ചെയ്തും പുറത്ത് അല്ലെങ്കിൽ പുതിയതായിക്കൊണ്ടിരിക്കണം തോന്നുന്നു. എന്നാലാണ് ഒരു ആക്ടറിനും അത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് നമുക്ക് പുതിയത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് കുറുപ്പ് പോലത്തെ ഒരു ക്യാരക്ടർ തന്നെ കിട്ടിക്കൊള്ളണം എന്നില്ല. കുറുപ്പിനേക്കാൾ മുകളിൽ എന്താണ് വരാത്തതെന്ന് പലപ്പോഴും പലരും ചോദിക്കും. കുറുപ്പിനേക്കാൾ മുകളിലേക്ക് വരാൻ ഒരിക്കലും പറ്റില്ല. അത് കുറുപ്പ് ഒരു ക്യാരക്ടർ, ഇഷ്ക് വേറെ ക്യാരക്ടർ. ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും വ്യത്യസ്തമാവുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഭീഷ്മപർവമാണെങ്കിലും തല്ലുമാലയാണെങ്കിലും അങ്ങനത്തെ വ്യത്യസ്തമായ ക്യാരക്ടറുകളൊക്കെ നമ്മൾ ഇപ്പോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇനി വ്യത്യസ്തമാക്കാമെന്ന് നമ്മൾ നമ്മുടെ ഭാഗത്ത് നോക്കും. അതൊരു ചെറിയ മീശയിലാണെങ്കിലും ശബ്ദത്തിലാണെങ്കിലും ഡ്രസ്സിങ്ങിലാണെങ്കിലും കൈ മടക്കി വെക്കുന്നതിലാണെങ്കിലും അത് ഒരു പരിധിയിലധികം സംഭവിക്കുന്നത് എപ്പോഴും ഡയറക്ടർമാരുടെ കയ്യിലാണ്. ഒരു ആക്ടർ വിചാരിച്ചുകൊണ്ട് ഒരിക്കലും അത് നടക്കില്ല. ആക്ടർ എപ്പോഴും വളരെ അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ ഡയറക്ടറുടെ അടുത്ത് ഇരിക്കുക എന്നുള്ളതാണ്. ഞാൻ കണ്ടിട്ടുണ്ട് മമ്മൂക്ക 28-27 വയസ്സ് മാത്രം പ്രായമുള്ള
ഖാലിദ് പറയുന്നതനുസരിച്ച് ഉണ്ടയുടെ ലൊക്കേഷനിൽ രാത്രി 9:30 കഴിഞ്ഞിട്ട് ഒരു ദിവസം ഷൂട്ട് പോയപ്പോൾ ജോർജാട് മുതൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാൻ ഇരുന്ന വഴിക്ക് അയ്യോ നമുക്ക് ഭക്ഷണം കഴിക്കാതിരുന്നാ ഞാൻ ഈ ഷോട്ടും കൂടി എടുക്കാൻ വിചാരിച്ചായിരുന്നു. റഹ്മാൻ പറഞ്ഞപ്പോൾ എന്ന് നമുക്കിത് കഴിഞ്ഞിട്ട് എടുക്കാം എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് വെച്ച കൈ അപ്പൊ റഹ്മാൻ പറഞ്ഞു വേണ്ട വേണ്ട യാതൊന്നും പറ്റില്ല ഷോട്ട് എടുത്തിട്ട് നമുക്ക് കഴിച്ചാൽ മതി എത്ര വിശപ്പുള്ളൂ എനിക്ക് എന്ന് പറഞ്ഞ്. കാരണം പുള്ളിയുടെ വിശപ്പും ദാഹവും ഒക്കെ സിനിമയാണ്. ഞാൻ നമുക്കായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള കാര്യം അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ഏറ്റവും അനുസരണയുള്ള ഒരാളായിട്ട് ഇത് ഇരിക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം, എന്നാൽ കൂടി ഒരു ഡയറക്ടർക്ക് ഒരു വിഷനുള്ള ഒരു ഡയറക്ടർ ആണെങ്കിൽ നമ്മൾ അവരെ കണ്ണടച്ച് വിശ്വസിക്കണം. നല്ല അനുസരണയുള്ള ആയിരിക്കണം. അനുസരണയുള്ള ഒരു നല്ലൊരു കൊച്ചിനെ പോലെ ഡയറക്ടർ എടുത്തിരിക്കുക എന്നുള്ളതാണ് നല്ല ക്യാരക്ടറുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. അത് എപ്പോഴും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ്. പിന്നെ ചില സമയങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചില പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോവും നമ്മൾ ചെയ്യുന്നത് ശരിയാണോ ശരിയല്ലേ. ചില സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണ്, നമ്മൾ മാത്രമാണ് ശരിയും. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് തിരിഞ്ഞു നോക്കി ശ്രദ്ധിച്ചാൽ മതി. നമ്മളാണ് പ്രശ്നമെന്ന് നമ്മളാണ്ട് അംഗീകരിക്കുക, എന്നാലേ നമുക്ക് ഇന്ന് പുറത്തു കിടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എതിർത്തുകൊണ്ടേയിരിക്കും. നമ്മളാത്തൊരു പ്രശ്നമില്ല, നമ്മളാണ് ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മൾ തെറ്റാണെങ്കിലും ശരിയാണെങ്കിൽ കൂടി നമുക്ക് അടുത്തതിലേക്ക് കടക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ചെറിയ സംഭവങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതിനി എത്രത്തോളം ഇനി പുറത്തേക്ക് അതിന്റെ പ്രൊഡക്റ്റീവ് ആയിട്ട് പുറത്തേക്ക് വരും എന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോ വരാനിരിക്കുന്ന സൂത്രവാക്യത്തിലാണെങ്കിലും യൂജിനാണ് അതിന്റെ ഡയറക്ടർ. യൂജിൻ എന്ന് പറഞ്ഞാൽ ജോസ് ചെറമൽ നാടകക്കാരന്റെ മകനാണ്. അവൻ തിയേറ്ററാണ് യൂജിന്. അതിലും എന്റെ ക്യാരക്ടർ എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടെങ്കിൽ ഡയറക്ടറുടെ വ്യത്യസ്തതയാണ്. ഡയറക്ടർ കൊണ്ടുവന്നുള്ള വ്യത്യസ്തയാണ്. ഡയറക്ടർ നിയന്ത്രിച്ചിട്ടുള്ള വ്യത്യസ്തതയാണ്. വളരെ കാം ആൻഡ് കൂൾ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്. അധികം ഷൗട്ട് ചെയ്യാത്ത നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പോലെയുള്ള പോലീസ് ഓഫീസർ, അല്ലാതെ ഭയങ്കര അഗ്രസീവ് പോലീസാണ്. അതുപോലെ മീഷ എന്ന് പറയുന്ന MC ജോസഫിന്റെ പടം, അതിലും വികൃതിയുടെ ഡയറക്ടർ, അതിലും ഒരു വേട്ടക്കാരന്റെ ക്യാരക്ടറാണ്. അതിലും വ്യത്യസ്തത ഉണ്ടെങ്കിൽ അത് ഡയറക്ടറുടെ വ്യത്യസ്തതയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അഖില് എന്നെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതും നിങ്ങളുടെ ടീമിന്റെ കമൽ സാറിന്റെ ഒരു സിനിമ ചെയ്യാൻ കിട്ടിയിട്ടും വലിയ വലിയ അവസരങ്ങൾ കിട്ടിയിട്ടും അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മുടെ സ്കൂളിൽ നിന്ന് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഹാർഡ് വർക്ക് ചെയ്യണം, നമ്മൾ ട്രൈ ചെയ്യണം. അത് നമ്മൾ എത്രത്തോളം നമ്മളെ ആളുകള് നിരൂപകര് നമ്മളെ തള്ളി പറയുന്ന അവസരത്തിലും ചിലപ്പോൾ ആ തള്ളി പറയുന്നതും നമ്മൾ എതിർത്ത് പറയുന്നതായിരിക്കും നമ്മളെ മുന്നേറാൻ സഹായിക്കുന്ന. ഒരു പരിധിയിലധികം നമ്മൾ മുന്നേറാൻ സഹായിക്കുന്നത് അങ്ങനത്തെ നിരൂപണം, അല്ലെങ്കിൽ അങ്ങനത്തെ അവരുടെ വിലയിരുത്തലുകൾ. പക്ഷെ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. നമ്മൾ ചെയ്യാൻ ട്രൈ ചെയ്തിട്ട് ഇവര് അതൊന്നും കാണുന്നില്ലല്ലോ, അവരിതാണല്ലോ കാണുന്നത്. പിന്നെ ഈ സിനിമയെ കുറ്റം പറയുന്നത് എനിക്ക് എപ്പോഴാണെങ്കിലും എനിക്ക് അധികം കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. സിനിമയും സിനിമക്കാരെയും സിനിമാ ലോകം എല്ലാത്തിനും സിനിമയെ കുറ്റം പറയുന്ന ഒരു ഇടയ്ക്ക് ഒരു ഉണ്ടായിരുന്നല്ലോ. എന്ത് വന്നാലും ആ സമയത്ത് ഞാൻ കുറച്ച് പ്രൊവോക്ഡ് ആയി പോകും. പക്ഷെ ഇപ്പൊ ഞാൻ പ്രായത്തിലാണല്ലോ സിനിമയിൽ എത്തുന്നത്. അതുകൊണ്ട് അത് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. എന്റെ ചെറുപ്പത്തിൽ 83 +2 കോളേജെല്ലാം സിനിമയാണ്. പിന്നെ എന്റെ ചെറുപ്പകാലത്ത് സിനിമയായിരുന്നു ഏറ്റവും വലിയ മാധ്യമം. ഇവിടെ ചാനലുകളും ദൂരദർശൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതും ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ ഡാഡിയാണ് ഒരു കാർഡ്ബോർഡ് പെട്ടിയിലുള്ള ഡയനോറ എന്ന് പറയുന്ന TV നമ്മുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന്, തൃശ്ശൂരുള്ള അരനാട്ടുള്ള മമ്മിയുടെ ഇളയമ്മയുടെ വീട്ടിൽ നിന്ന് അവര് പുതിയ TV വാങ്ങിയപ്പോൾ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഡാഡി ചുമന്ന് കൊണ്ടുവന്നതും പൊന്നാനി വീട്ടിലേക്ക് ആന്റിന ഒരു 3 തെങ്ങിന്റെ ഹൈറ്റിൽ കയറ്റിയതും കമ്പി വലിച്ചു കെട്ടിയിട്ട് അതിൽ ഗ്രെയിൻസ് മാറി ദൂരദർശൻ ചാനൽ വരുന്നതും അത് മാത്രമാണ് എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നത്. അല്ലാതെ സിനിമയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവരും. ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പം നമ്മൾ കുമാരിയുടെ ഒക്കെ സമയത്ത് പറയുമ്പോൾ ഞാൻ ലവിന്റെ സമയത്ത് റഹ്മാന്റെ ഷൈനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ പല സമയത്ത് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവിടെ ഒരു ഭയങ്കര ഉൾവലിഞ്ഞിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ച് ചോദ്യത്തിനേക്കാൾ ചെറിയ ഉത്തരമൊക്കെ കിട്ടുന്ന വളരെ ഇതായിട്ടുള്ള.
പക്ഷെ അതേ ഞാൻ തന്നെ നമ്മൾ പിന്നെ ഈ പറയുന്ന ഇപ്പോൾ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ അഡിക്ഷനൊക്കെ പുറത്തുള്ള ഇത് കാണുന്ന സമയത്ത് ഒരു ചെയറിൽ അമർന്നിരിക്കാതെ ഇപ്പം ഇരിക്കുന്ന ഇതിലാണെങ്കിൽ കാലെവിടെയോ കയ്യോ ഇപ്പം ഷൈൻ്റെ മുന്നിൽ തന്നെ മറ്റേ മഴവിൽ മനോരമയിൽ ഒരു കൊച്ച് പെർഫോം ചെയ്ത പോലെ ഫോൺ എവിടെയാണോ കാലെവിടെയാണോ കയ്യോ ഇത് തന്നെ ഒരുപക്ഷെ ഇപ്പോഴൊക്കെ ഇതൊക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഈ വ്യത്യാസം വേറെ മനസ്സിലാവുന്നില്ല. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത നമ്മൾ ഇപ്പൊ ഷൈനിന് നിയന്ത്രണത്തിലല്ലാത്ത ഷൈനിന് അങ്ങനെ കാണാൻ അങ്ങനെ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് കൊടുത്തിരുന്നു. അപ്പൊ എനിക്ക് തന്നെ മടുക്കുന്ന സമയത്ത് നമ്മളെ മടുപ്പിക്കാതിരിക്കാനും ഇന്റർവ്യൂസ് എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ ഞാൻ വളരെയധികം ശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഇരുന്നോടത്ത് ഇരിക്കാതെ അല്ലെങ്കിൽ കുറച്ച് കളി തമാശകളിലൂടെ അവതരിപ്പിച്ചിരുന്നു. പക്ഷെ അത് ഒരുപാട് ഓവറാകുമ്പോ അത് ആദ്യം ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും പിന്നീട് ആളുകൾക്ക് മടുപ്പുണ്ടാക്കുകയും അരോചകമായി തോന്നുകയും ചെയ്യുമ്പോഴും എനിക്കത് മനസ്സിലായിരുന്നില്ല, നമുക്ക് പിടികിട്ടുന്നിരുന്നില്ല. അത് പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ ശീലങ്ങൾ കൊണ്ടായിരിക്കാം. പിന്നെ നമ്മൾ അവരെ എതിർത്ത് തുടങ്ങും. പക്ഷെ ഇപ്പൊ ഞാൻ അടങ്ങി ഒതുങ്ങിയിട്ടല്ലേ ഇന്റർവ്യൂ അടങ്ങി ഒതുങ്ങി മാത്രമല്ല, ഞാൻ ഭയങ്കര നമ്മള് അന്നൊക്കെ സംസാരിച്ച സമയത്ത് എനിക്ക് ലവിന്റെ സമയത്ത് സംസാരിക്കുന്ന പറയുമ്പോൾ മുഴുവൻ ഈ ഇതുപോലെ ഇപ്പം കമൽ സാറ് പറഞ്ഞ ഇതേ സാധനം അന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഒരു സിനിമയിൽ, എന്തുകൊണ്ടാണ് ഇപ്പോഴൊരു സിനിമയുടെ കാര്യത്തിൽ ഞാൻ കാരണം ഒരു 5 രൂപയുടെ നഷ്ടം വരരുത്, പ്രശ്നം വരരുത്, ഇതേ സാധനം അന്ന് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആകുമ്പോൾ നമ്മളൊരു പേന മറന്നു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഒരു ദിവസവും വര ദിവസമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യും ആ പേന കണ്ടിന്യൂറ്റി സാധനം കിട്ടാൻ. കാരണം അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് കണ്ടിന്യൂറ്റി. അപ്പൊ എത്രയും നഷ്ടം വരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അതേ സിറ്റുവേഷൻസ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് സിനിമയുടെ പ്രോസസ്സിനെ നമ്മൾ ഒരിക്കലും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മളായിട്ട് മനഃപൂർവ്വം തടസ്സപ്പെടുത്തിയിട്ടില്ല. ഇപ്പൊ ഈ അവസാന കാലത്ത് ഡാഡി അടക്കം നിങ്ങളൊരു നിർമ്മാണം, നിങ്ങൾ സിനിമ ചെയ്യുക, അല്ലെങ്കിൽ ജോക്കുട്ടനും ഷൈനൊക്കെ ഉൾപ്പെടുന്ന ഒരു സിനിമ എന്നുള്ള ഒരു പ്ലാൻ കൂടി ഉണ്ടായിരുന്നില്ല അല്ലെ? അത് ഒരിക്കലും നമ്മളായിട്ട് തുടങ്ങിയതല്ല. അത് ഒരു 3/4 ഭാഗം ഷൂട്ട് കഴിഞ്ഞ സമയത്ത് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ആളുകൾക്ക് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തില് ഡാഡി എൻ്റെ അടുത്ത് ചോദിച്ചതാ, നമുക്ക് തീർത്തു കൊടുത്തുകൂടെ? അപ്പൊ ഞാൻ പറഞ്ഞു, ഡാഡിക്ക് അതെങ്ങനെയാണ് തോന്നുന്നെങ്കിൽ ഡാഡി അത് അങ്ങനെ തന്നെ ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോയതാണ്. അതിന്റെ ഏകദേശം പരിപാടികളും ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ചാക്കോസ് എന്റർടൈൻമെന്റ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്റെ പേര് വേണ്ട, ഡാഡിയുടെ പേര് മതി. ഡാഡിയാണ് അതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതും ഡാഡിയുടെ പേരിലാണ് അതിന്റെ അക്കൗണ്ടും കാര്യങ്ങളും. എനിക്കൊരിക്കലും ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാവുകയില്ല. കാരണം ടെക്നീഷ്യന്മാരും നടന്മാരും ഒരിക്കലും പ്രൊഡ്യൂസേഴ്സ് ആവാൻ പാടില്ല എന്നുള്ള ചിന്താഗതിക്കാരനാണ് ഞാൻ. അത് ഒരിക്കലും ഒരു ഇൻഡസ്ട്രീനെയും വളർത്തില്ല, അത് ഇൻഡസ്ട്രീനെ ചുരുക്കുകയുള്ളൂ. എപ്പോഴും ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസേഴ്സ് ആണ് സിനിമയ്ക്ക് ആവശ്യം. എന്നാൽ ആ നല്ല സിനിമകൾ ഉണ്ടാവുള്ളൂ, വ്യത്യസ്തങ്ങളായ സിനിമകൾ ഉണ്ടാവുള്ളൂ. എപ്പോഴും സിനിമ പ്രൊഡക്ഷൻ ഈ ക്രൂവും നടന്മാരുമായിട്ട് ഓവറായിട്ട് കണക്റ്റഡ് ആവാൻ പാടില്ല. അപ്പോൾ ഒരു ഫോക്കസിലേക്ക് മാത്രം ഉണ്ടാവുകയും അവര് ചിന്തിക്കുന്നത് എപ്പോഴും അവരുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഭാവനകൾക്ക് കൺട്രോൾ വരും. ഒരു എഴുത്തുകാരൻ പടം നിർമ്മിക്കുമ്പോഴും ഒരു സംവിധായകൻ പടം നിർമ്മിക്കുമ്പോഴും ഒരു താരം പടം നിർമ്മിക്കുമ്പോഴും അവൻ ഒരുപാട് നിയന്ത്രിക്കപ്പെടും. അല്ല, ഇങ്ങനെ ചെയ്താൽ മതിയില്ലേ? അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസർ ഉണ്ടാവുന്ന സമയത്ത് ഭാവനകൾക്ക് നിയന്ത്രണമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഡസ്ട്രി ഒക്കെ എപ്പോഴും അറിയപ്പെട്ടിരുന്നത് പ്രൊഡക്ഷന്റെ പേരില്ല. ഉദയ പ്രൊഡക്ഷൻ, മഞ്ഞുലാസ്, മിർലാൻഡ് ഒക്കെ. അത് മാറി പിന്നീട് ആക്ടേഴ്സിന്റെ പേരിലായി, ഡയറക്ടേഴ്സിന്റെ പേരിലായി. പിന്നെ ഈ പറയുന്ന എല്ലാ ഡയറക്ടേഴ്സും പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്രമായി ഇവർക്ക് സിനിമ ചെയ്യാൻ വളരെയധികം പ്രഷർ ഏൽക്കുന്നത് കൊണ്ടാണ് എല്ലാവരും സ്വന്തമായിട്ട്, അമലാണെങ്കിലും അൻവറാണെങ്കിലും എല്ലാവരും സ്വന്തമായി പ്രൊഡക്ഷൻ ഏറ്റെടുക്കുന്നത്. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ ഇവര് പോലും അറിയാതെ ഇവരെ നിയന്ത്രിക്കപ്പെടും. അതൊരു തലവേദനയായി മാറും. കാരണം ഈ ക്രിയേറ്റീവും ബിസിനസ്സും രണ്ടാണ്. അത് ബ്രെയിനിൽ തന്നെ അങ്ങനെയാണ് ഫങ്ഷൻ ചെയ്തിട്ടുള്ളത്, അറിയാലോ. ബിസിനസ്സുകാരന് ഒരിക്കലും ക്രിയേറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ബിസിനസ്സുകാരൻ ക്രിയേറ്റീവ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും അത് നടക്കില്ല. ക്രിയേറ്റീവ് ആയിട്ടുള്ള ആള് ബിസിനസ് ചെയ്യാൻ പോയാൽ അതും നടക്കില്ല. അതിന് സ്വതന്ത്രമായ പ്രൊഡ്യൂസേഴ്സ് തന്നെ ഉണ്ടാവണം. അത് ഉണ്ടായാലും ഒരു ഇൻഡസ്ട്രി വലുതാവുള്ളൂ. ഇപ്പൊ ഈ പടം നിങ്ങൾ പ്രൊഡക്ഷൻ ഏറ്റെടുത്താണെങ്കിലും ഇപ്പൊ ഒരു
ഇത് ആ സിനിമ തിയേറ്ററിലെത്തുമ്പോഴേക്ക് ഡാഡി ഇല്ലല്ലോ. അപ്പം അത് തുടർന്ന് അങ്ങനെ ഒരു പ്രൊഡക്ഷൻ തുടരുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ പടം മാത്രമാണോ, എന്താണ്? ഈ നമുക്ക് വേറെ ആലോചനകളൊന്നും ഇല്ല അതിന്റെ. പിന്നെ ഡാഡി തന്നെ ഉള്ള സമയത്ത് വേറൊരു പ്രൊഡക്ഷൻ ജോബിന്റെ ഫ്രണ്ട്, അതായത് നമ്മുടെ കസിൻ ബ്രദർ ജിൽജോ ഒരു മ്യൂസിക് വീഡിയോ ചെയ്യാൻ ഡാഡിയുടെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പൊ ഡാഡി പറഞ്ഞു മ്യൂസിക് വീഡിയോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നാ ഷൈനെ കൊണ്ട് പാടിപ്പിക്കും, എന്നാ ഞാൻ കാശ് ഇറക്കാന്ന്. അപ്പൊ ഡാഡി എന്നാ ഞാൻ കാശ് ഇറക്കാം, എന്നാ ഷൈനെ കൊണ്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞു എന്നെ കൊണ്ട്. വെറുതെ പറഞ്ഞു. പക്ഷെ അത് അപ്പൊ ഡാഡി അന്ന് അങ്ങനെ പറഞ്ഞ കാരണം ചെയ്യും. പിന്നെ അതിനുശേഷം നമ്മൾ അജയ് ദേവ്ലോകയുടെ ഒരു ഇങ്ങനെ അവൻ ഒന്ന് സംസാരിച്ചിരുന്നു. അത് പുള്ളി 6-ാം തിരുകൽപ്പന എന്ന് പറഞ്ഞിട്ട് പടം ഞാനും നിത്യയും കൂടി ചെയ്തതാണല്ലോ. അതൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻസ് ആണ്. അവരുടെ സംവിധായകൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പ്രൊഡക്ഷൻ. എന്നാലും എനിക്ക് താല്പര്യമില്ല. എന്നാലും ഡാഡി ഇരിക്കുന്ന സമയത്ത് ഡാഡി സമ്മതം കൊടുത്തിട്ടുള്ളതാണ്. അല്ലാതെ നമ്മൾ പ്രൊഡക്ഷനിലേക്ക് താല്പര്യമില്ല. അത് നമ്മൾക്ക് തലവേദനയുടെ സാധനം ഉണ്ടല്ലോ, കാരണം നമുക്ക് ബിസിനസ് നമുക്ക് നടക്കില്ല. കാരണം നമുക്ക് ഒന്നാമത് അങ്ങനെയുള്ള ഫിനാൻസ് നമ്മുടെ കയ്യിൽ ഇല്ല. പിന്നെ ഇല്ലാത്ത ഫിനാൻസ് ഉണ്ടാവും എന്ന് വെച്ചിട്ട് ഒരു പടത്തിലേക്ക് ഇറങ്ങാനും പറ്റില്ല. കയ്യിൽ പ്രോപ്പറായിട്ട് ഫിനാൻസ് ഇല്ലെങ്കിലും ഒരു സാധനം ചെയ്ത് നിർമ്മിച്ച് എടുക്കാനും അത് പണിയെടുപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഇതില്. അതുകൊണ്ടാണ് ഞാൻ സംവിധായകൻ പോലും ആവാത്തത്. മറ്റൊരാളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവ് വേണം, ലീഡർഷിപ്പ് ക്വാളിറ്റി. എനിക്ക് കാണാം ചിലരിൽ അവരിൽ ആ കഴിവുണ്ട്. ആ കഴിവുള്ളവര് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ അത് രണ്ടു കൂട്ടർക്കും ഒരു ഗുണം ഉണ്ടാക്കില്ല. ഈ രണ്ട് ചില വിവാഹ ബന്ധങ്ങൾ പോലെ, എന്റെയൊക്കെ ചില റിലേഷൻസ് പോലെ രണ്ടുപേർക്കും ഉപകാരം ഇല്ലാതെയായി പോകും. അതിന് പറ്റാത്ത ആളുകളാകുമ്പോഴേ അത് മുന്നോട്ട് പോലും. ഇപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഉറപ്പായും ഈ സംസാരത്തിലൊരു വ്യക്തത. കാരണം എന്താ വെച്ചാൽ ഷൈനനെ എത്രയോ പേരെ ഡബ് ചെയ്യിപ്പിച്ചുകൊണ്ട് അറിയാം ഒരു നടന്റെ ശബ്ദം അല്ലെങ്കിൽ അതിന്റെ ഉച്ചാരണത്തിലെ ക്ലാരിറ്റി, ഇതൊക്കെ എത്രത്തോളം പ്രധാനമാണെന്ന് അറിയാം. ഒരുപക്ഷെ ഒരു സമയത്ത് അത് തന്നെ പിടുത്തം വിട്ടുപോയിട്ടുണ്ടാവും, അത് സ്വന്തം ശബ്ദത്തിൻ്റെയോ ഡയലോഗ് ഡെലിവറി. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്. അതായത് ഒരു വരികൾ ഇടാതെ ഒരു ഭയങ്കര ക്ലാരിറ്റിയിലാണ് സംസാരം. ഷൈൻ്റെ ഇപ്പൊ കുമാരിയിലെ ഏതെങ്കിലും ഒരു പടത്തിൽ ക്യാരക്ടർ സംസാരിക്കുന്ന പോലെയല്ല, ഷൈൻ ടോം ചാക്കോ തന്നെയാണ് സംസാരിക്കുന്നത്. ശരിക്ക് നമ്മളെപ്പോഴും പറയില്ല, ഇപ്പം മമ്മൂക്കയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ ലാലേട്ടൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് അവരുടെ ഫിസിക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ അവർ അതിൽ കൊടുക്കുന്നൊരു ചിട്ട, അവർ പിന്നെ സൗണ്ടിന് വേണ്ടിയിട്ട് ഏർലി മോർണിംഗ് അടക്കം ഡബ് ചെയ്യുന്ന രീതി, ഈ കാര്യങ്ങൾ കൂടിയാണല്ലോ. ഉറപ്പായും ഈ പറഞ്ഞ ലഹരിയോട് പൂർണ്ണമായിട്ടും വിട പറഞ്ഞ് അങ്ങനെ ഒരു കമ്പാനിയൻഷിപ്പ് വേണ്ട സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇതൊക്കെ കുറെ കൂടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളൊരു തിരിച്ചറിവും അങ്ങനെ ഒരു ബോധ്യം കൂടി വന്നിട്ടില്ലേ? ഇത് നമ്മൾ മുന്നേ ഇതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഉപയോഗപ്പെടുത്തിയിരുന്നത് വ്യത്യസ്തത വന്നിരുന്നില്ല എന്നും അത് അതിന്റെ പോരായ്മകൾ ഉണ്ടായിരുന്നു എന്നും ഞാൻ അംഗീകരിച്ചിരുന്നില്ല. ഇല്ല, അതെ, ഇടക്കാലത്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അംഗീകരിച്ചിട്ടില്ല. അത് പ്രത്യേകിച്ച് കുമാരി മുതലാണ്. കുമാരിയിൽ അങ്ങനെയായിരുന്നു അതിന്റെ ഡബിങ് ക്യാരക്ടർ. അതെ, പക്ഷെ എല്ലാത്തിലും അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ചില സമയത്ത് നമ്മളെ തന്നെ മറന്ന് നമ്മുടെ അഹങ്കാരം നമ്മളെ കയറി പിടിക്കുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറയുന്ന പോലെ സംഭവം. അതുകൊണ്ട് അതിന്റെ പോരായ്മകളും അതിന്റെ വ്യത്യസ്തതയില്ലായ്മയും എനിക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അതിൽ ഈ പറയുന്ന പോലെ അതിൽ പോരായ്മകൾ ഉണ്ടായിരുന്നു, അതിൽ വ്യത്യസ്തതകൾ ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചത്ര. അത് കുറച്ചും കൂടി ഞാനിപ്പോ ഇന്റർവ്യൂവിലാണെങ്കിലും പടങ്ങൾ ഡബ് ചെയ്യുന്ന സമയത്താണെങ്കിലും ആളുകൾ പറയും ഇപ്പൊ സൗണ്ട് മാറി. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് തന്നെയല്ലേ ഞാൻ മുന്നേയും. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. നമ്മുടെ കേൾവി രണ്ടും ഒരേപോലെയാ. പക്ഷെ അത് മാത്രമല്ല, എപ്പോഴും നമ്മൾ കേൾക്കുന്നതും നമ്മൾ കാണുന്നത് പോലെയല്ല ലോകത്ത് മറ്റുള്ളവർ കേൾക്കുന്നതും കാണുന്നതും എന്നുള്ള ചെറിയൊരു തിരിച്ചറിവ് എന്ന് പറയും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി പുതിയ രീതിയിൽ അതിന്റെ പോരായ്മകൾ മാറ്റി മുന്നേറാനും അല്ലെങ്കിൽ വ്യത്യസ്തതകൾ കൊണ്ടുവരാനും നമുക്ക് പറ്റും എന്ന് തോന്നുന്നു. അത് എത്രത്തോളം അത് ക്യാരക്ടറിലും ആ വ്യത്യസ്തത ഉണ്ടാവണം. ഇപ്പൊ നിങ്ങൾ തന്നെ +2 പഠിപ്പിച്ചൊരു ടീച്ചർ ബിന്ദു ടീച്ചർ എഴുതിയതിൽ പ്രധാനമായിട്ട് തോന്നിയത് ഈ കലോത്സവ ദിവസം മറ്റൊരു ഷൈനെ കാണായിരുന്നു. അത് പെർഫോം ചെയ്ത് സ്റ്റേജിലെത്തിയ വേറൊരാളായിരുന്നു എന്നുള്ളത്. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഒരു ടീച്ചർ +2 പഠിപ്പിച്ചൊരു ടീച്ചർ ആദ്യമായിട്ട് സ്വന്തം സ്റ്റുഡൻറ്റിൽ ഒരു കോൺഫിഡൻസ് പറയുക,
നോക്കി ഈ സമയത്ത് നിങ്ങൾ ഷൈൻ്റെ കൂടെ നിന്നാൽ, ഈ സമയത്ത് നിങ്ങൾ ഷൈനെ ചേർത്ത് പിടിച്ചാൽ അയാൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ തിരിച്ചു വരും എന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിലൊരു ദുരന്തം ഉണ്ടായതിന് അടുത്ത ദിവസമാണ് ഈ പറഞ്ഞ ടീച്ചർ പഴയ മുന്നേയും ടീച്ചറുടെ ഒരിക്കലൊരു കുറിപ്പ് ഇട്ടിട്ടുണ്ട്. ഓഹോ. എനിക്ക് എത്രത്തോളം ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോന്നും അറിയുന്നില്ല. ആ ടീച്ചറുടെ ഫേസും അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസും ആ ടീച്ചർ ക്ലാസ് എടുത്തിരുന്നതും. പക്ഷെ പലപ്പോഴായിട്ടും എൻ്റെ വീട്ടുകാർക്കും എനിക്കും ഭയങ്കര സപ്പോർട്ടായിട്ട് ഈ ടീച്ചറുടെ ഒക്കെ കത്തുകൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ വരാറുണ്ട്. അത് എനിക്ക് മാത്രമല്ല, അത് എല്ലാ ഹ്യൂമൻ ബീങ്സിനും ആവശ്യമുള്ളതാണ്. അങ്ങനെ സപ്പോർട്ട് കൊടുക്കേണ്ടതാണ് നമ്മൾ. അങ്ങനെ സപ്പോർട്ട് കൊടുത്താൽ ആർക്കും ജീവിതത്തിൽ വളരെ പ്രകടമായ മാറ്റങ്ങൾ കാണിക്കാനും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും പറ്റും. അത് നമ്മൾ എല്ലാവരോടും കാണിക്കേണ്ടതാണ്. നമ്മൾ സഹജീവികളോട് എല്ലാവരോടും, നമ്മൾ എല്ലാവരെയും നമുക്ക് വിമർശിക്കാനും ആശയപരമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാനൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് ഒരാളെ ഇല്ലാതെയാക്കാനും ഉപദ്രവിക്കാനും നശിപ്പിക്കാനും ആവരുത്. അയാളെ മാറ്റാനും നന്നാക്കാനും പുതിയതിലേക്ക് കടക്കാനും ഉണ്ടാവാനും വേണ്ടി മാത്രമാവാനേ പാടുള്ളൂ. നമ്മളിപ്പോൾ ഞാൻ മാധ്യമ പ്രവർത്തകരുമായിട്ട് നിരന്തരം വാക്ക് തർക്കത്തിൽ ഏർപ്പെടുമ്പോഴും അവരോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടേതായ സ്വതന്ത്രമായ രീതിയിൽ അവതരിപ്പിക്കുക കാര്യങ്ങൾ. വെറുതെ ഒരു വാർത്ത കേട്ടു ഭൂമി ഉരുണ്ടതാണ്, അപ്പോൾ ഭൂമി ഉരുണ്ടതാണ്, ഇനി കുറച്ച് കഴിഞ്ഞ് ഭൂമി പരന്നതാണ്, ഭൂമി പരന്നതാണ്. എപ്പോഴെങ്കിലും ഒന്ന് മാറി തിങ്ക് ചെയ്യുകയോ ചില സംശയങ്ങളിലൂടെ സ്വന്തമായിട്ടുള്ള വ്യൂ പോയിന്റ് ഉണ്ടാവണം. പലപ്പോഴും യാഥാർത്ഥ്യത്തിന് അല്ലെങ്കിൽ സത്യമായ സംഭവത്തിന് വലിയ പ്രസക്തി ഇല്ല. ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങൾക്ക് പ്രസക്തി അല്ലെങ്കിൽ അതിനാണ് കാര്യമുള്ളൂ. അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മളിപ്പോ. അത് തന്നെയാണ് എനിക്കും റീച്ച് ഉണ്ടാക്കുന്നത്. കുറച്ചും കൂടി എന്റെ ഒരു നല്ല വാർത്തതിനേക്കാൾ ഒരു മോശം വാർത്തയാണ് കൂടുതൽ എത്തുന്നുണ്ട്. അതുവഴി എനിക്ക് കൂടുതൽ റീച്ച് കിട്ടുന്നുണ്ട്. അതിലെ നല്ല വശം എടുക്കുക, എന്നിട്ട് നമുക്ക് നന്നാവാണ്ടെങ്കിൽ നമ്മളൊന്ന് നന്നാവുക. അല്ലാതെ അതിനെതിരെയായിട്ട് അവർക്കെതിരെയായിട്ട് നിന്നതുകൊണ്ടും കാര്യമില്ല. നമ്മള് പോകേണ്ട വഴി മാറി വേറെ വഴിയിലേക്ക് എത്തി നമ്മുടെ ജീവിതം വേറെ ലക്ഷ്യത്തിലേക്ക് മാറി പോവുകയുള്ളൂ. അത് നമ്മുടെ ലക്ഷ്യം തെറ്റിക്കാൻ പറ്റാവുന്ന ഒരു അമ്പായിട്ടാണ് പലപ്പോഴും കാണാറ്. നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കാൻ പാടില്ല, എന്തൊക്കെ ആക്രമണങ്ങൾ നേരിട്ടാലും. ഒരു കാര്യമുള്ളതേ, ഇപ്പൊ ഈ എല്ലാവരും ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഷൈൻ തന്നെ പറയുന്ന ഇങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് വരുന്നു, ഇങ്ങനൊരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇപ്പം റിഹാബ് തന്നെ അഡിക്ഷൻ ആവുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ പുതിയ ചിട്ടകളിലേക്ക് വരുന്നു, അമ്മയുടെ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നു, പുതിയ സിനിമയുടെ പ്ലാനിങ് നടക്കുന്നു, വേറെ തരം ചിട്ടയിലേക്ക്, വേറെ തരം പുതിയ, നമ്മൾ വെറുതെ പറയുകയാണെങ്കിൽ പുതിയൊരു പ്രഭാതത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ശരിക്ക് സിനിമാ ലോകം കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ളവർ ചേർത്ത് നിർത്തുന്ന ഒരു മാസം കൂടിയായിരിക്കില്ലേ കണ്ടിട്ടുണ്ടാവുക. അതെ, നേരത്തെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ടാവുമല്ലോ. ഇതിനു മുന്നേ ഇതിലും മോശമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു കൊക്കൈൻ കേസ് ഉണ്ടായ സമയത്ത്. അത് കഴിഞ്ഞിട്ട് ഇത്രയും കാലം ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അന്നേ നമ്മൾക്ക് പടങ്ങളില്ലാതിരിക്കുകയും നമ്മൾ തീർന്നു പോകേണ്ടതായിരുന്നു. ഞാൻ അങ്ങനെ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്ന് ജയിലിൽ കിടക്കുന്നത്. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ഇടയില് നമുക്കെതിരെ വരുന്ന കുറച്ച് വിമർശനങ്ങളും അത് മാത്രം സ്വീകരിക്കാതെ നമ്മുടെ സപ്പോർട്ട് മാത്രം നമ്മൾ സ്വീകരിക്കുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പൊ ആ വിമർശനങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് നമുക്കെതിരെ അങ്ങനെ ആരോപണങ്ങൾ വരുന്നത്, നമ്മൾ എപ്പോഴെങ്കിലും തിങ്ക് ചെയ്തിട്ട് അതിലെന്തെങ്കിലും കഴമ്പുണ്ടെങ്കിലോ അതിലെന്തെങ്കിലും മാറ്റേണ്ടതായിട്ടുണ്ടെങ്കിലോ നമ്മൾ മാറ്റി മുന്നേറുക എന്നുള്ളത്. അത് നമ്മളെ തന്നെ നന്നാക്കാൻ ഫൈനാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവുന്ന ചില മാറ്റങ്ങളായിട്ട് ഞാൻ കാണാറുള്ളൂ. പിന്നെ ലോകത്ത് എന്തെങ്കിലും നന്നാവുണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റാ. ബാക്കിയെല്ലാം കറക്റ്റ് അല്ലാതെ ഞാൻ മാത്രം കറക്റ്റ് ആയിരിക്കുന്ന ഒരു അവസ്ഥയില്ല. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അത് നമ്മൾ പലരുടെ ലൈഫിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും പഠിക്കുന്ന കാര്യമാണ്. എന്തെങ്കിലും മാറാനുണ്ടെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടാവാനുണ്ടെങ്കിലും അത് നമ്മളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം പഴയതുപോലെയും അത് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ നിലനിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ തുടരുകയുള്ളൂ. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ നിന്നിൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവേണ്ടത്. ഇപ്പോൾ ഒരുപാട് പേര്, ഞാൻ സിനിമയിലുള്ള ആളുകൾ വിളിക്കുകയും കാണും. ഇപ്പം എന്നോട് വന്ന് പറഞ്ഞു മമ്മൂക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇത് വരുന്നു. എന്താണ് ഇവരൊക്കെ ഈ പറയുന്ന മമ്മൂക്കാനോട് ഞാൻ പറഞ്ഞു, മമ്മൂക്ക ഡാഡി എൻ്റെ പിന്നാലെ നടന്ന് ഡാഡി പോയി.
ആ ഞാൻ അറിഞ്ഞു. മമ്മൂക്ക് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന സമയമാണല്ലോ. ആ സമയത്തും മമ്മൂക്ക് പക്ഷെ എനിക്ക് എനർജി വന്ന, എടാ നീ അത്ര പ്രശ്നക്കാരനായ ഒരു കുട്ടിയൊന്നുമല്ല, ഇച്ചിരി കുറുമ്പുള്ളൊരു കുട്ടി ഉണ്ടെന്നുള്ളൂ, കുറുമ്പുണ്ടെന്നുള്ളൂ, അതൊന്നും മാറ്റിയാൽ മതി, അത്രേ ഉള്ളൂ, നീ വലിയ പ്രശ്നക്കാരനൊന്നുമല്ല, നമുക്ക് ഇനിയും പടം ചെയ്യാം. ഞാൻ മമ്മൂക്കാണ് പറഞ്ഞു, മമ്മൂക്കയും വേഗം വേഗം വാ, നമുക്ക് ഒരുപാട് പടങ്ങൾ ചെയ്യാനുള്ളതാണ്. ആ ഓക്കെ, എല്ലാം ശരിയാവും, ഒന്നിനെയും ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട, നമ്മൾ മാറി നമ്മൾ മുന്നോട്ട് പോവുക, ബാക്കിയെല്ലാം നമ്മുടെ കൂടെ വന്നോളും. പിഷാരടിയും ചാക്കോച്ചനും കൂടി കാണാവുന്നപ്പോഴാണ് പിഷാരടിയാണ് വിളിച്ചു തന്നത് മമ്മൂ. അപ്പൊ മമ്മൂക്ക് പറഞ്ഞു, ഞാൻ മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാൻ മൊബൈലൊന്നും യൂസ് ചെയ്തിരുന്നില്ല, ഞാൻ നോക്കുമ്പോൾ മമ്മൂക്കയുടെ മെസ്സേജ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴും ഇതിനു മുന്നേ കേസ് ജയിച്ച സമയത്ത്, മറ്റേ കൊക്കൈൻ കേസ് നമ്മള് നിരപരാധികളാണെന്ന് വന്ന് വാർത്ത വന്നപ്പോഴും മമ്മൂക്കയുടെ ഒരു മെസ്സേജ്, ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞു. ഞാൻ ആലോചിക്കും, എങ്ങനെ മമ്മൂക്കയ്ക്ക് ഇങ്ങനെ മെസ്സേജ്, സെക്കൻഡുമായിട്ട് നമ്മൾ ഫോണിൽ കൂടെ സംസാരിക്കുന്ന ആളോ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് മമ്മൂക്കയ്ക്ക് ഒരു ഹൈ ഒന്നും കിട്ടാനൊന്നും ഇല്ലല്ലോ. പക്ഷെ കറക്റ്റായിട്ട് കരുതൽ കറക്റ്റായിട്ട് വേണ്ട സമയങ്ങളിൽ ആ ഒരു നമ്മളെ ടോപ്പപ്പ് ചെയ്യണ പോലെ ഒരു എനർജി തരുന്ന പോലെ ഒരു മെസ്സേജ് വരും, ഒരു സ്മൈലി ആണെങ്കിൽ കൂടി അതിന് റെസ്പോൺസും വരും കറക്റ്റായിട്ട്. നമ്മൾ എന്തെങ്കിലും വിളിക്കുകയാണെങ്കിലോ മെസ്സേജ് അയക്കുകയാണെങ്കിലും കറക്റ്റായിട്ട് വരും ചെയ്യും. ആവശ്യമുള്ള സമയത്ത് നമ്മൾക്ക് മെസ്സേജ് ആയിട്ടും വരും. അല്ല, ഇപ്പൊ ഈ പറഞ്ഞോടത്തെ ഇപ്പൊ ഇതുപോലൊരു ഷൈനെയാണ്, അല്ലെങ്കിൽ ഷൈൻ്റെ എണ്ണം പറഞ്ഞ പെർഫോമൻസിനെയാണ്, ഇത്ര തെളിച്ചമുള്ള അല്ലെങ്കിൽ വാക്കുകൾക്ക് ഇത്ര ക്ലാരിറ്റി ഉള്ളൊരു ഷൈനെയാണ് ഇവരെല്ലാം ആഗ്രഹിക്കുന്നത്. ഈ കരുതലോടെ ചേർത്ത് നിർത്തുന്നവർ, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് നയിക്കാൻ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഉറപ്പായും ഒരു അപരിഹാര്യമായിട്ടുള്ളൊരു സംഗതിയാണ് ഡാഡിയുടെ യോഗം. അതിൻ്റെ ആഘാതത്തുനിന്ന് വളരെ പതുക്കെ പുറത്തു കിടക്കാൻ പറ്റില്ല. എന്നാൽ പോലും ഈ പറഞ്ഞ ഒരുപാട് പേര് ചേർത്ത് നിർത്തുന്നുണ്ട്. ഇത് നമുക്ക് റിയലിസ്റ്റിക് ആണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പം എല്ലാം പറഞ്ഞ പോലെ ഇപ്പം എണ്ണം പറഞ്ഞ റോളുകൾ കയ്യിലുണ്ട്, ഇനി എത്രയോ ഗംഭീര കഥാപാത്രങ്ങൾ വരുന്നത്. ഇത് ശരിക്കും അങ്ങനെ ഒരു കരുത്താവുന്നില്ലേ നമ്മൾക്ക് ഈ പറഞ്ഞ നമുക്ക് ചെറിയ രീതിയിൽ ഒരു വഴിതിരിച്ചു വിട്ടിരുന്ന അല്ലെങ്കിൽ ലഹരിയോ ഇതൊന്നും വേണ്ടാതെ സിനിമയെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ ഈ പറഞ്ഞ കൂടെ നിൽക്കുന്നവരെ ഇപ്പോൾ ഈ ചെറിയ മെസ്സേജ് ആയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഈ പ്ലസ് ടുവില് ഒരു വർഷം മാത്രം പഠിപ്പിച്ചൊരു അധ്യാപിക ഒരു 10-20 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു വലിയ ദീർഘമായി എഴുതുക, നിങ്ങൾ അയാളുടെ കൂടെ നിൽക്കണം, അയാൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട്. ഞാൻ തന്നെ അത് വായിച്ചിട്ട് തോന്നുന്നത്, ഭയങ്കര നാണം കുണങ്ങിയായിട്ട് ഉൾവലിഞ്ഞു വന്നിരുന്ന പ്ലസ് ടുവിലെ ഒരു പയ്യൻ കലോത്സവത്തിൽ അവിടെ ഏറ്റവും പെർഫോം ചെയ്ത് സ്റ്റേറ്റ് ലെവലിൽ ബെസ്റ്റ് ആക്ടർ ആയിട്ടുള്ള മാറിയിരുന്ന ഒരാളായിരുന്നു. ജില്ലയിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. അപ്പൊ സ്റ്റേറ്റിൽ പോയി. അല്ല, അത്രയും പെർഫോമർ. അപ്പൊ നിങ്ങൾക്ക് അയാൾക്ക് സമയം കൊടുക്കൂ എന്ന് വെച്ചാൽ ഈ ഓരോ പടത്തിലെയും ക്യാരക്ടറിന്റെ പേര് പറഞ്ഞിട്ടുകൂടെ അവരങ്ങനെ എഴുതുന്നത്. അപ്പൊ ഇങ്ങനെ പല സ്ഥലത്തിൽ അങ്ങനെ ലോകത്തിന്റെ പല കോണിൽ കൂടെ പഠിച്ചവരാവാം, അല്ലെങ്കിൽ ഓരോ ക്യാരക്ടർ ഉണ്ടാവും. അങ്ങനെ ലോകത്തിന്റെ പല കോണിലുള്ള മലയാളികളും അല്ലെങ്കിൽ ഷൈൻ്റെ കഥാപാത്രങ്ങൾ ഇഷ്ടമുള്ളവരും കൂടെ പഠിച്ചവർ ഇവരെല്ലാം ഒരു കരുത്തായിട്ട് കൂടെ നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ധൈര്യ ഊർജ്ജമാവുന്നില്ലേ മുന്നോട്ടുള്ള? ഞാൻ പലപ്പോഴും എന്താണ് ഞാൻ ചെയ്തിട്ടുള്ളത്, എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട രീതിയിൽ ഞാൻ ഇവര് പേഴ്സണലി പരിചയമുള്ളവരല്ലോ അധികം, ഞാൻ ഇവർക്ക് ഒരു ഉപകാരവും ചെയ്തിട്ടില്ല. എന്നാൽ കൂടി ഒരുപാട് സപ്പോർട്ടുകൾ ഡാഡിയുടെ മരണ വാർത്തയിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മമ്മി പറയും ഇതൊക്കെ പ്രാർത്ഥനയുടെ ഫലമാണ്. അപ്പോഴും നമ്മൾ ചില സമയങ്ങളിൽ വിശ്വാസികളല്ലാതെ വിശ്വാസമില്ലാതെ പെരുമാറിയിട്ടുണ്ട്. നമ്മൾ പറയുന്നതല്ല അല്ലെങ്കിൽ അവർ പറയുന്ന വിശ്വാസം എല്ലാം ഒന്നാണെങ്കിലും പലതും പല പോയിന്റ് ഓഫ് വ്യൂകളുണ്ട്. ഈ ദൈവവിശ്വാസിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവിശ്വാസി ആണെന്നും നമുക്ക് പറയാൻ പറ്റില്ല, എന്നാൽ അതില്ല എന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു വിശ്വാസം നമ്മുടെ അച്ഛനമ്മയും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ചെറുപ്പം മുതൽ, അതിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഈ പറയുന്ന ഒരു പരിചയമില്ലാത്ത ആളുകൾ ആവശ്യമുള്ള സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഈ സപ്പോർട്ടുകളൊക്കെ നമുക്ക് ദൈവമായിട്ട് കണക്കുകൂട്ടാം, ദൈവത്തിന്റെ പ്രവർത്തനങ്ങളായിട്ട്. അത് നമ്മളെ സപ്പോർട്ടിങ് മാത്രമേ ആവുള്ളൂ, നമ്മൾ ട്രൈ ചെയ്യേണ്ടത് നമ്മളാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ സപ്പോർട്ട് എന്തിനാണ് എന്നെ ചെയ്യേണ്ടത്, ഞാൻ അത്ര വലിയ അല്ലെങ്കിൽ ഞാൻ അത്രയും നല്ല ആളല്ല എന്ന് എനിക്കറിയാം. ഞാൻ അത്രയും നല്ലൊരാളല്ല, കാരണം ഞാൻ നല്ലൊരു ബ്രദറല്ല, ഞാൻ നല്ലൊരു മകനല്ല, ഞാൻ നല്ലൊരു ഭർത്താവല്ല, ഞാൻ നല്ലൊരു അച്ഛനല്ല, ഞാൻ നല്ലൊരു പാർട്ട്ണറല്ല, ഞാൻ നല്ലൊരു കൂട്ടുകാരനല്ല. ഞാൻ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, സിനിമയുടെ കാര്യത്തിലാണെങ്കിലും എൻ്റെ ജീവിതത്തിന്റെ കാര്യത്തിലാണെങ്കിലും. എന്നാൽ കൂടി
എനിക്കറിയാത്തവരും എന്നെ അറിയുന്നവരുമായിട്ടുള്ള സപ്പോർട്ടുകൾ ചെയ്യണ സമയത്ത് നമ്മളായിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ട്രൈ പോലും അല്ലെങ്കിൽ അതിനൊരു വക നമ്മൾ അതിനെ അവഗണിച്ച് അതിനെ നമ്മൾ കാണാതെ പോലെ മുന്നേറി കഴിഞ്ഞാൽ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ നിരാശയിലേക്ക് പോവുക. ആ മരണപ്പെടുന്ന സമയത്ത് ഒരു ആവശ്യമില്ലാതെയായി പോയ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ലൈഫ്. അപ്പോൾ ആ പോയിന്റിലായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ഇതിനെ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം എന്തായാലും ജീവിതത്തിൻ്റെ ഒരു പ്രതികൂല സാഹചര്യത്തോട് പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മറികടന്ന് ഇപ്പോൾ ഈ ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളൊക്കെ മറികടന്ന് ഏറ്റവും അടുത്ത ദിവസം തന്നെ പുതിയ സിനിമയുടെ ലൊക്കേഷനിലെത്തട്ടെ. അപ്പോൾ മലയാളിയെ ഞെട്ടിക്കുന്ന റോളുകളുമായിട്ട് ഇനി തുടരുക. താങ്ക് യു. താങ്ക് യു.